പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതെ, ക്ലിയർ ആണ് പാസ്റ്റർ, വളരെ ക്ലിയർ. ഓക്കെ. ഡിവൈൻ ന്യൂ ലൈഫ് ചർച്ചിൻ്റെ പുൽപ്പിറ്റിൽ സൂം വഴി ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ സമസ്ത കുടുംബങ്ങൾക്ക്, കർത്തദാസന്മാർക്ക്, മൂപ്പന്മാർക്ക്, വിശേഷാൽ ചർച്ചിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിദാസിൻ്റെ പ്രിയ സ്നേഹിതൻ പ്രേംകുമാർ പാസ്റ്റർ കുടുംബത്തിന് എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ 3ാമത്തെ സൂം പ്രോഗ്രാമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ 1 മണിക്കൂർ ഇരിക്കാം എന്ന വാക്ക് തന്നിരിക്കുന്നു. സന്തോഷം. നിങ്ങൾ 1 മണിക്കൂർ കൂടുതൽ ഇരിക്കുമെന്ന് എനിക്കറിയാം. തിരുവെഴുത്ത് കേട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങൾ 6 മണി വരെ ഇരുന്നാലും മാറാതെ കേൾക്കട്ടെ എന്ന് മാറാതെ പറയുന്നവരാണ്. അതുകൊണ്ട് സന്തോഷമുണ്ട്. എന്നാൽ എൻ്റെ തലച്ചോറൊന്ന് പൊട്ടിയായിരുന്നു. അതുകൊണ്ട് തലാമിക് ബ്ലീഡിങ് വന്ന് ലെഫ്റ്റ് സൈഡ് മൊത്തം സ്ട്രോക്കായി പോയായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്. 3-4 ക്ലാസ്സുകൾ എടുക്കാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്. അതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ട് ആ വീക്ക്നെസ് മാറിയിട്ടില്ല. അതൊന്നും എന്നെ ഇതുവരെ ഏശിയിട്ടില്ല. ഒരു കൈ ജന്മനാൽ സ്വാധീനമില്ല. അത് കഴിഞ്ഞ് ഇടത്തെ ഭാഗം മൊത്തം സ്ട്രോക്കായി കിടന്ന് എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തലാമിക് ബ്ലീഡിംഗ് ആണ്. ഞാൻ ഫിസിയോളജി 1114 പേജുള്ള നമ്മുടെ MBBSകാർക്ക് അതിനുശേഷമുള്ളവർക്ക് പഠിക്കുന്ന ടെക്സ്റ്റ് ഉണ്ട്, അത് ഇവിടെ ഇരിപ്പുണ്ട്. അത് പണ്ടങ്ങാണ്ട് വായിച്ചു നോക്കിയിട്ടുണ്ട്. അറിവുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു 10-40 പുസ്തകം ശരീരശാസ്ത്രം സംബന്ധിച്ച് വായിച്ചിട്ടുള്ളതുകൊണ്ട് തലാമിക് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ചെറിയ അറിവ് എനിക്കുണ്ട്. അപ്പം അതിൻ്റെ ഗംഭീരമായ അനുഭവങ്ങളൊക്കെ തലച്ചോറിൽ ആ സമയത്ത് കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അപ്പോൾ എൻ്റെ അകത്ത് ദൈവം തന്നൊരു ചിന്ത ഞാനൊന്ന് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കയറാം. എന്നെ കാറിൽ എടുത്ത് കയറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അപ്പം കാറിൽ കയറ്റിയപ്പോൾ ഞാൻ വാങ്ങിയ കർത്താവ് തന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിന് എഴുതിയ കർത്താവിൻ്റെ ദാസൻ അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസിലേക്ക് എറിഞ്ഞാൽ ഒരു വെളിപ്പാട് പുസ്തകം പുറത്തു വരും. ഇത്രയാണ് ഞാൻ പറഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പത്മോസിലേക്ക് എറിഞ്ഞാൽ ഒരു വെളിപ്പാട് പുസ്തകം പുറത്തു വരും. കഷ്ടങ്ങളിലേക്ക് നമ്മുടെ കാലുകൾ, നമ്മുടെ പാദങ്ങൾ വലിച്ചു നീട്ടുന്നുണ്ടെങ്കിൽ ആരായാലും ഏതായാലും എങ്ങനെയായാലും അതിനപ്പുറത്ത് മനസ്സിലാക്കണം, കഷ്ടങ്ങളുടെ പുൽപ്പിറ്റിൽ നമ്മൾ അവസാനിക്കുകയല്ല. മറ്റൊരു വെളിപ്പാട് പുസ്തകം 2000 വർഷത്തേത് വായിച്ചിട്ട് തീരാത്ത, വ്യാഖ്യാനിച്ചിട്ട് തീരാത്ത സൂപ്പർ ഒരു ഗ്രന്ഥം പുറത്തു വന്നെങ്കിൽ നമ്മുടെ പാൻഡമിക് പീരീഡിലെ മാനസിക വ്യഥകളൊന്നും തന്നെ നഷ്ടമല്ല, അത് കഷ്ടമല്ല, ക്ലിഷ്ടമല്ല. ഇഷ്ടനായ കർത്താവിൻ്റെ ഇഷ്ടം പോലുള്ള അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന പുൽപ്പിറ്റാണിത് എന്ന് പറയാൻ സന്തോഷമുള്ളവരെല്ലാം ആ കൈയൊന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ ഉറക്കെ പറയണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായൊരു ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു സോങ് ബാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. പ്രൈസ് ഗോഡ്. ഷിബു മത്തായി ഫാമിലിയിൽ നിന്ന് കേൾക്കാനിടയായി. ഞാനതിനകത്ത് ഭയങ്കരമായിട്ട് രസിച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു പാട്ടുകാരനാണെങ്കിലും പാട്ട് കേട്ടാൽ ആനന്ദിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സോ ഐ എം വെരി ഗ്ലാഡ് വിത്ത് യു. ഞങ്ങളോട് ഒരുമിച്ച് ഭയങ്കര സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് പ്രേമം അധികമുള്ള ഒരു കുമാർ പാസ്റ്റർ നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഹല്ലേലൂയ. അദ്ദേഹം എൻ്റെ ഉച്ച സ്നേഹിതനും കൂടിയാണ്. സണ്ണി ചായനൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. ഒത്തിരി പറഞ്ഞ് തൽക്കാലം വിടുകയാണ്. നമ്മുടെ ടൈം വളരെ കുറവാണ്. ഒരു ചെറിയ ഭേദമാകും ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കാം. വിശാലമായി ചിന്തിക്കാൻ ഒക്കെ ഇപ്പോൾ തന്നെ 2-2.25 മണിക്കൂർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പ്ലീസ് ഗോഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു 5 മണിക്കൂർ നെഞ്ചു വിരിച്ച് തഞ്ച പോലെ കൊഞ്ചി കേൾക്കാനായിട്ട് വളരെ ആവലോടെ ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്ര സ്പിരിറ്റിലാണ് നിങ്ങൾ. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ സൂപ്പർ സ്പിരിറ്റിലാണ്. അതിനേക്കാൾ സ്പിരിറ്റിലാണ് ഞാൻ എൻ്റെ എല്ലാ ക്ഷീണവും മാറ്റിയത് ആ പാട്ടിലാണ്. ഹല്ലേലൂയ. റിയലി ഞാൻ അഫിലിയേറ്റ് ചെയ്യായിരുന്നു. അതായിരുന്നു സത്യം. അതുകൊണ്ട് തിരിച്ച് നമുക്ക് വരാം. റോമാലേഖനം 9:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അറിയുന്ന വാക്യമാണ്, അറിയുന്ന വിഷയങ്ങളാണ്. അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്, ഫ്രം നോൺ ടു ലിയറ്റ് അൺനോൺ എന്നതാണല്ലോ നമ്മുടെ കർത്താവിൻ്റെ പ്രിൻസിപ്പിൾ. അങ്ങനെയാണല്ലോ കർത്താവ് നിങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകാനുള്ള വലിയ ഒരു വഴി ഈ രാത്രി ദൈവം നമുക്ക് വെട്ടിത്തരട്ടെ. നമുക്ക് വായിക്കാം. അറിയുന്നവരാരെങ്കിലും, വായിക്കാൻ എളുപ്പമുള്ളവർ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചാൽ ഈസിയായിരുന്നു.
ആരെങ്കിലും അവിടെ വായിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിവിടെ വായിക്കും. സാരമില്ല, വായിക്കാനുണ്ടെങ്കിൽ വായിച്ചാട്ടെ. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്താനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ന് ഈ വേദഭാഗം നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്ത ആ ഹോസ്റ്റിനും എൻ്റെ വക സന്തോഷത്തോടുള്ള നന്ദി കൂടെ അറിയിക്കുന്നു. വെരി ഗുഡ്. അപ്പോൾ എനിക്കിവിടെ വായിക്കാനും പറ്റും, നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റും. ഞാൻ ഇനി വേഗത്തിൽ ഒരു കൊച്ചു കാര്യം പറയാം, ഇങ്ങോട്ട് നോക്കണം. ഈ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ 3 ഇന്റർനാഷണൽ സൊസൈറ്റീസിനെ കാണാം, 3 വിധ അന്തർദേശീയ സമൂഹങ്ങളെ കാണാം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടാക്മ എന്നാണ് അതിന്റെ വാക്ക്. ടാക്മ അതൊന്നു കൊണ്ട് 15 അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ടാക്മ. അപ്പൊ 3 ടാക്മയെ കാണാം, 3 അന്തർദേശീയ സമൂഹത്തെ കാണാം. അതിൽ ഒന്നാമത്തെ സമൂഹം യഹൂദൻ, 2 ജാതികൾ, 3 നാം അഥവാ ദൈവസഭ. ഇത്രയും ഞാൻ പറഞ്ഞവിടെ നിർത്തുന്നു. യഹൂദൻ, ജാതികൾ, ദൈവസഭ, ഇതാണ് 3 ടാക്മ. ഇനി ടാക്മ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സമൂഹത്തെ കുറിച്ച് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്. അതിനെ ക്ലസ്റ്റർ എന്നും ബാൻഡ് എന്നും ഗ്രൂപ്പ് എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ. ആ 3 ടാക്മയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വാക്യത്തിൽ യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ച് വേർതിരിച്ച സമൂഹമാണ് സഭ. യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ച് വേർതിരിച്ച സമൂഹമാണ് ദൈവസഭ. യഹൂദന്റെ പിന്നാലെയുള്ള പിന്തുടർച്ചയല്ല സഭ, ജാതികളുടെ പിന്നാലെയുള്ള പിന്തുടർച്ചയല്ല സഭ, അതിൽ നിന്ന് വേർതിരിച്ചവരാണ് സഭ. ഇനി ആകെ കൂടെ ഒറ്റ പോയിന്റ് പ്രസംഗിക്കൂ, 11 ഇപ്പോൾ പെട്ടെന്ന് തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പോയിന്റ് മറ്റൊന്നുമല്ല, തമ്പുരാൻ നമ്മെ വിളിച്ചതിന്റെ 3 വിധ ലക്ഷ്യങ്ങൾ അവിടെ വായിക്കാൻ പറ്റും. തമ്പുരാൻ നമ്മെ വിളിച്ചതിന്റെ 3 വിധ ലക്ഷ്യങ്ങൾ ഒന്നുകൂടെ ഹോസ്റ്റ് ഇവിടെ കാണിക്കുമെങ്കിൽ ഞാനിവിടെ വായിക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ വേദപുസ്തകത്ത് വായിക്കാം. ഹോസ്റ്റ് കാണിക്കാൻ കഴിയുമെങ്കിൽ കാണിച്ചാട്ടെ. 22-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ദൈവം തൻ്റെ കോപം കാണിക്കുക. What is God willing to show his wrath? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, കോപം കാണിക്കാനാണ്. 2 ശക്തി വെളിപ്പെടുത്താനാണ്. 3 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം, 23, 24 വരുമ്പോൾ കാണാം. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ അവിടെ 23-ാം വാക്യം, തേജസ്സിനായി മുന്നൊരുക്കിയ നമ്മുടെ കരുണാപാത്രങ്ങളായി വിളിച്ച് വായിച്ചാട്ട് താഴത്ത്. മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും. 3 കാര്യങ്ങളാണ് തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുക. അപ്പൊ 1 കോപം വെളിപ്പെടുത്തുക, 2 ശക്തി പ്രദർശിപ്പിക്കുക, 3 തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുക. ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ഈ പ്രസംഗം വേണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിർത്താം. പ്രസംഗം ഇപ്പൊ തീരുകയാണ്, 1 മിനിറ്റ് കൊണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ പാൻഡമിക് പീരീഡിൽ ഈ 3 കാര്യം നമ്മിലൂടെ വെളിപ്പെടുത്താൻ തക്ക ഡിസ്പ്ലേ ആയിരുന്നോ നമ്മൾ എന്നാണ് ചോദ്യം. എത്ര പേർക്ക് അത് മനസ്സിലായി എന്നറിയില്ല. ഈ പാൻഡമിക് പീരീഡ് ആരംഭിച്ചത് മാർച്ചിലാണ് അല്ലേ, ഫസ്റ്റിലാണ്. അപ്പൊ ഏതാണ്ട് ഇപ്പൊ ഇത്രയും സമയമായി. ഇത്രയും നാളുകൾക്കുള്ളിൽ ഈ 3 വിധ വിഷയങ്ങൾ നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ അങ്ങനെ ഒരു ഡിസ്പ്ലേ ആയിരുന്നോ എന്നാണ് ചോദ്യം. അപ്പൊ ദൈവത്തിന്റെ കോപം വെളിപ്പെടുത്താൻ തക്ക ഡിസ്പ്ലേ ആയിരുന്നോ നമ്മൾ? ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ പറ്റിയ ഡിസ്പ്ലേ ആയിരുന്നോ നമ്മൾ? ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം നമ്മിലൂടെ വെളിപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? ഇനി നേരെ തിരിച്ച് പാൻഡമിക് പീരീഡിൽ എത്ര പേര് നിരാശ എന്ന വൈറസ് കയറി ഡിസ്പ്ലേ ആയിട്ടുണ്ട്? എത്ര പേർക്ക് അത് മനസ്സിലായി? നിരാശ എന്ന വൈറസ് കയറി ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ നിന്ന് ദൂരത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകും.
കാരണം അങ്ങനെയൊന്നും ഒരു ഡിസ്പ്ലേ ആയിട്ടില്ല. ഞങ്ങളുടെ ഒന്നും അതെ അതെ പ്രൈസ് ലോർഡ് എന്താ പറയുക, തലച്ചോറിലോ ഹൃദയത്തിലോ ഞങ്ങളുടെ ഒരു മൈൻഡിന്റെ അങ്ങ് അറ്റത്ത് പോലും ഈ സംഗതി വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദൂത അവരോട് തന്നെയാണ് ഈ ദൂതെന്ന് എനിക്ക് തോന്നിപ്പോവുക. പ്രൈസ് ലോർഡ്. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിരാശ എന്ന വൈറസ് കയറി വല്ലാതിരിക്കുന്ന ലോക്ക്ഡൗണിലിരിക്കുന്ന കുറേ ആളുകളെ ഈ നാളുകൾ കാണാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടല്ലോ. എൻ്റെ മകന്റെ ജോലി ഈ ലോക്ക്ഡൗണിൽ പോയി. അവനും നിങ്ങളുടെ കൂടെ വിദേശത്തുണ്ട്. ഫീസലാണ്. അവനും വൈഫും കൊച്ചുകളും അവിടെയുണ്ട്. അത് പോയിരിക്കുക. എൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പാരലൈസ് ആയിട്ട് സ്ട്രോക്ക് ആയിട്ട് അതും പോയിരിക്കുക. മറ്റേ സൈഡാണെങ്കിൽ ജന്മനാൽ പാരലൈസ് ആയിട്ടിരിക്കുക. ഹല്ലേലൂയ. ഇതൊക്കെ ആയപ്പോൾ എല്ലാ ദിവസവും പാൻഡമിക് പീരീഡിൽ ഈ പറഞ്ഞ എല്ലാ ദിവസവും മിനിമം 8 മണിക്കൂറായിട്ട് യേശുവായിട്ട് ഇരിക്കുന്നുണ്ട്. മിനിമം 8 മണിക്കൂർ. എല്ലാവരോടും ഉണ്ടോ? ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഇവിടെ നിരാശയല്ല വരുന്നത്. നിരാശയ്ക്ക് പകരം എങ്ങനെ എൻ്റെ കർത്താവിനെ 3 വിധ ഡിസ്പ്ലേ ആകാൻ പറ്റും, എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ ഞാൻ എൻ്റെ പങ്ക് എങ്ങനെ വഹിക്കണം. അപ്പൊ ഇന്ന് ഖത്തറിലുള്ള ചർച്ചിലെ എന്നെ കേൾക്കുന്ന സമസ്ത ദൈവമക്കളോട് ഒരേ ഒരു ചോദ്യം: എങ്ങനെ നമുക്ക് 3 വിധ ഡിസ്പ്ലേ ആകാം? ഇത് 3 കൂടെ പ്രസംഗിക്കണമെങ്കിൽ നമുക്ക് 5 മാസം മതി കൃത്യമായിട്ട് പ്രസംഗിക്കാൻ. കാരണം പുസ്തകം എൻ്റെ അല്ലാത്തതുകൊണ്ട്. പുസ്തകം വേദോസം ദൈവത്തിൻ്റെ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ 5 മാസം പറഞ്ഞത്. എൻ്റെ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഇപ്പം നെഞ്ചു വിരിച്ച് തീർന്നാൽ. കാരണം എൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് വെറും 3 കോടി ന്യൂറോളൊരു കൊച്ചു ബ്രെയിനാണ്. 1/2 കിലോ തൂക്കമുള്ളൊരു കുഞ്ഞു ബ്രെയിനാണ്. അതിനകത്ത് എന്തുകൊണ്ട് ഫ്രീസ്. പക്ഷേ ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്: 100 കോടി 1 TB കമ്പ്യൂട്ടറിന്റെ ഡാറ്റ കളക്ഷൻ നമ്മുടെ ബ്രെയിനിൽ പ്രിന്റ് ചെയ്താൽ സ്പേസ് ബാക്കിയുള്ളതാണ്. ഫ്രീസ് ലോഡ്. അത്ര വലിയ ബ്രെയിനാണ് ദൈവം എല്ലാവർക്കും തന്നിരിക്കുന്നത്. കൊണ്ട് എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ദൈവത്തിന് വേണ്ടി ഈ 3 വിധ ഡിസ്പ്ലേ ആകാൻ ഇന്ന് മുതൽ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. കർത്താവ് എന്നെ ഡിസ്പ്ലേ ആക്കട്ടെ എന്ന് വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കരങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ഉയർത്തിക്കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കർത്താവേ, നിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന, നിന്റെ കോപം പ്രദർശിപ്പിക്കുന്ന, നിന്റെ തേജസ്സിന്റെ ധനം പ്രദർശിപ്പിക്കുന്ന ശരിയായ ഒരു എക്സിബിഷൻ സ്റ്റാൾ ഞാനാകട്ടെ. ഈ പാൻഡമിക് പീരീഡിൽ എൻ്റെ ചരിത്രത്തിന്റെ നിരാശയുടെ ഒരു ഡിസ്പ്ലേ അല്ല ലോകം കാണേണ്ടത്. എൻ്റെ ദൈവം എന്നെ ഡിസ്പ്ലേ ആക്കുന്നതാണ് കാണേണ്ടത്. ഈ 3 വിധ വലിപ്പത്തിൽ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ആരും റെഡി? അങ്ങനെയെങ്കിൽ എല്ലാവരും ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാനിവിടെ 3 കാര്യങ്ങൾ പറയാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ഒരെണ്ണം ഞാൻ തൽക്കാലം തുടങ്ങി വെക്കാം. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ അതിൻ്റെ ബാക്കി പറയാം. ഒരെണ്ണം നമുക്ക് തുടങ്ങാം. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, ശക്തി. നമുക്ക് ആ വാക്യം ഒന്ന് കാണാം, എന്നിട്ട് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ആ വാക്യം ഒന്ന് എടുക്കാം. ദയവായിട്ടൊന്ന് എടുത്താട്ടെ. പ്രൈസ് ലോർഡ്. ഒന്നെടുത്താട്ടെ. 9:22 വായിക്കാമോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല. മതി. കോപം പ്രദർശിപ്പിക്കുക, ശക്തി പ്രദർശിപ്പിക്കുക. സന്നിജാനാണ് വായിച്ചത് എനിക്ക് തോന്നുന്നു. പ്രൈസ് ലോർഡ്. അല്ലേ പാസ്റ്റർ? അതെ. ഈ ചെറുപ്പക്കാരൻ ഇത്രയും വേഗത്തിൽ വായിച്ചല്ലോ, അതിലാണ് സന്തോഷം. എല്ലാവർക്കും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വരികയാണ് വേഗത്തിൽ ഈ വിഷയത്തിൽ. കോപം പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ പറയാൻ തുടങ്ങിയാൽ ഒത്തിരി ടൈം എടുക്കേണ്ടി വരും. 17-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് തുടങ്ങുകയാണ് പൗലോസ്. ഞാൻ അവിടെ നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശക്തിയെക്കുറിച്ച് ബൈബിൾ നമുക്ക് തരുന്ന അറിവുകൾ വളരെ വലുതാണ്. 12 വിധ പ്രയോഗങ്ങൾ അതിനെക്കുറിച്ച് ബൈബിളുണ്ട്. എന്നാൽ ഒരു ചെറിയ കാര്യം ഞാൻ ആദ്യം ഒന്ന് പറയാം. നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. മത്തായി 22:29 ശക്തി അറിയണം എന്ന് എഴുതിയിരിക്കുന്നു. ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. വായിക്കേണ്ട. മത്തായി 22:29 ശക്തി അറിയണം. എഫേസ്യർ 1:19 അളവറ്റ വലിപ്പം അറിയണം. ആദ്യം ശക്തി അറിയുക, 2 അതിന്റെ അളവറ്റ വലിപ്പം അറിയുക. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ആദ്യം ശക്തി അറിയുക, 2 അളവറ്റ വലിപ്പം അറിയുക. 3-ാമത് അപ്പോസ്തലപ്രവൃത്തി 6:8, മീഖ 3:8 അവിടെ എഴുതിയിരിക്കുന്നത് ശക്തി നിറയുക. അപ്പോൾ ആദ്യം അറിയുക,
2 അളവറ്റ വലിപ്പറിയുക, 3 നിറയുക. ഫിലിപ്പിയർ 3:10 വരുമ്പോൾ അനുഭവിച്ചറിയുക. ഫിലിപ്പിയർ 3:10 അനുഭവിച്ചറിയുക. അറിയുക, അളവറ്റ വലിപ്പറിയുക, നിറയുക, അനുഭവിച്ചറിയുക. 2 കൊരിന്ത്യർ 13:4 വായിക്കുമ്പോൾ ശക്തിയിൽ നമ്മൾ ജീവിക്കണം, ശക്തിയാൽ ജീവിക്കണം. അപ്പോൾ അറിയുക, അളവറ്റ വലിപ്പറിയുക, നിറയുക, അനുഭവിച്ചറിയുക, then ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലർ 1:8 വരുമ്പോൾ ആ ശക്തിയാൽ സാക്ഷിക്കുക. ആമേൻ. 1 കൊരിന്ത്യർ 2:5 വരുമ്പോൾ നമ്മൾ ശക്തിയാൽ പ്രദർശനമാകുക. പ്രൈസ് ദി ലോർഡ്. ശക്തിയുടെ പ്രദർശനമാകുക. 1 കൊരിന്ത്യർ 4:19 വരുമ്പോൾ സംഗതി മാറി, അത് കണ്ടറിയുക. ഹല്ലേലൂയ. ഇങ്ങനെ വലിയൊരു അനുഭവത്തിലേക്ക് കയറി വരാൻ താല്പര്യമുള്ള എത്ര പേര് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അറിയുക, അളവറ്റ വലിപ്പം അറിയുക. ഞാൻ ഒറ്റ പോയിന്റ് മാത്രം ആ സ്ലൈഡിൽ പറഞ്ഞ് ഞാൻ വിടുകയാണ്. സ്ലൈഡൊക്കെ കാണിക്കാമായിരുന്നു, പക്ഷെ ഇന്നത്തെ ടൈം കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് വലിയ പവർ പാക്ക്, ബൈബിളിന്റെ പവർ പാക്ക് ഞാൻ നിങ്ങളൊന്ന് പഠിപ്പിച്ചാലേ. ആമേൻ. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഡിവൈൻ പവർ, പ്രൈസ് ദി ലോർഡ്, അത് എറ്റേണൽ പവറാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എറ്റേണൽ പവറാണ്. അതെന്തിനു വേണ്ടിയാ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ് എറ്റേണൽ പവർ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് വേണ്ടി. ഞാനത് ഒരു വാക്കിൽ മാത്രം പറഞ്ഞ് അവിടെ വിടുകയാണ്. നിങ്ങൾ സദൃശ പുസ്തകം വായിച്ചാൽ ദ ഹൈയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വരണേ. ഇപ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഫ്രീസറുകൾ, അതെ, പല വ്യക്തികളുണ്ട്. അതില് സാനിച്ചൻ വർക്കി എന്ന് പറഞ്ഞൊരു ബ്രദർ ഇരിപ്പുണ്ട്. എന്റെ നേരെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഫ്രീസറോ സാനിച്ചൻ വർക്കി നടന്നു പോകുമ്പോൾ ചവിട്ടിയിടുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടി, നമ്മുടെ ഈ ഭൂമിയിൽ വീഴുന്ന പൊടി, ആ പൊടിയുടെ അങ്ങേ അറ്റം എന്ന അർത്ഥത്തിലാണത്. അതിന്റെ ഹീബ്രു പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ പഠിക്കേണ്ടതാണ്. നമ്മളൊക്കെ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ അതൊക്കെ മാറി. നമുക്കറിയാവില്ല, സബ് പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതനുസരിച്ച് ഞാൻ സാനിച്ചൻ വർക്കി എന്ന് പറഞ്ഞ ബ്രദറിന്റെ വൈഫ് തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സിസ്റ്ററുടെ കയ്യിൽ ഒരു മൊട്ടു സൂചി ഞാൻ കൊടുക്കാൻ പോവുക. അത് ഞാനല്ല കൊടുക്കുന്നത്, നാസയിലെ 39,000 ശാസ്ത്രജ്ഞന്മാരിൽ ഒരു ശാസ്ത്രജ്ഞൻ വന്നിട്ടാണ് കൊടുക്കുന്നത് മൊട്ടു സൂചി. ആ സൂചിയുടെ മുനയിലുള്ള പരമാണുക്കൾ എന്ന് എണ്ണാനായിട്ട് സാനിച്ചൻ ഫാമിലി സയന്റിസ്റ്റ് ആണ് ആ കുടുംബം. അവർ കണ്ടാൽ തന്നെ അറിയില്ല, ഒരു സയന്റിസ്റ്റുകളുടെ ലുക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അവർക്കത് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല ഗവേഷണ ബുദ്ധിയോടെയാണ് സാനിച്ചൻ അതെല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ വാക്കുകളെല്ലാം ശ്രദ്ധിക്കണ്ടോ. ആ സാനിച്ചന് കൊടുത്ത മൊട്ടുസൂചിയുടെ മുനയിലുള്ള പരമാണുക്കളെ എണ്ണാൻ തുടങ്ങിയാൽ, മനസ്സിലായോ? പരമാണുക്കളെ എണ്ണാൻ തുടങ്ങിയാൽ അധികം നാൾ താമസിക്കണ്ട, വെറും 2.5 ലക്ഷം വർഷം നമ്മുടെ സാനിച്ചൻ കുടുംബം ജീവിച്ചാൽ മതി അത് എണ്ണാനായിട്ട്. എല്ലാവരും കൂടി ഉണ്ടല്ലോ, ഇവിടെ ഇല്ലാരും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ സാനിച്ചനും മിസ്സിസ് സാനിച്ചനും കൂടെ മൊട്ടുസൂചിയുടെ മുനയിലെ പരമാണുക്കളെ എണ്ണാനായിട്ട് നിസ്സാര വർഷം താമസിച്ചാൽ മതി, വെറും 2.5. പിന്നെ ലക്ഷം എന്ന് കൂടെ ചേർത്താൽ മതി. ഹല്ലേലൂയ. അത്രയും വർഷം എണ്ണിങ്കിലാണ് മൊട്ടുസൂചിയിലെ പരമാണുക്കൾ അത് എണ്ണിത്തീരുന്നത്. ക്വാർക്ക്, മെഷിനോ, ന്യൂട്രിനോ എന്നൊക്കെ പറയുന്ന ഭാഗത്തേക്ക് ഞാൻ കടക്കുകയല്ല. ഞാൻ അവിടെ കിടക്കുന്നതൊക്കെ നല്ലത് സയന്റിസ്റ്റുകളായ നിങ്ങളുടെ കയ്യിലേക്ക് ഞാനത് വിട്ടുതരികയാണ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ എബ്രായ ലേഖനം 11 പറയുന്നത് കാണാൻ കഴിയാത്ത വസ്തുവിനെ കൊണ്ട് കാണാൻ കഴിയുന്ന ലോകങ്ങളെ റേമ കൊണ്ട് ഫ്രെയിം ചെയ്തെന്നാണ്. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? കാണാൻ കഴിയാത്ത വസ്തുവിനെ കൊണ്ട് കാണാൻ കഴിയുന്ന ലോകങ്ങളെ റേമ ദൈവത്തിന്റെ വചനം, വാക്കുകൊണ്ട് ഫ്രെയിം ചെയ്തെന്ന്. ഈ കാണാൻ കഴിയാത്ത 2.5 ലക്ഷം വർഷം കൊണ്ട് എണ്ണി തീരേണ്ട ആ വസ്തുവിനെ കൊണ്ട് 1 ട്രില്യൺ ഗാലക്സീസ് വാക്കുകൊണ്ട് വിളിച്ചു വരുത്താൻ കഴിവുള്ള മഹാരാജാവ് എൻ്റെ കൂടെ, എൻ്റെ ഉള്ളിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ സഭയിൽ, ഞാൻ ചരിക്കുന്നിടത്ത്, ഞാൻ ജീവിക്കുന്നിടത്ത്, ചിരിക്കുന്നിടത്ത്, ഞാൻ ചിന്തിക്കുന്നിടത്ത് എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് പാൻഡമിക് പീരീഡിന്റെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത്ര വലിയ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ ഈ ലോകത്തിൽ 3 ടൈപ്പ് ഡിസ്പ്ലേ ആക്കണമെന്ന, 3 ടൈപ്പ് എക്സിബിഷൻ സ്റ്റോൾ ആക്കണമെന്ന, അതിൽ ശക്തിയുടെ എക്സിബിഷൻ സ്റ്റോള് ആയി തീരണം ഇന്ന് രാത്രി നമ്മുടെ ചർച്ച് എന്ന് ആഗ്രഹിക്കുന്നവർ
ആ കൈയൊന്ന് മലർത്തി പിടിച്ച് ദൈവത്തോട് പറയാമോ, ദൈവമേ ഞങ്ങൾ ആ രീതിയിലൊന്ന് ലോകത്തിൽ അറിയപ്പെടട്ടെ. ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല, ദൈവഹിത പ്രകാരം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സാക്ഷാൽ ഒരു ഡിസ്പ്ലേ ആയി തീരാൻ കാണാൻ കഴിയാതിരിക്കുന്ന ഞങ്ങളെ കാണാവുന്ന വലുപ്പത്തിലേക്ക്, വായിക്കാവുന്ന വലുപ്പത്തിലേക്ക്, പഠിക്കാവുന്ന വലുപ്പത്തിലേക്ക് ഒരു ബുക്കാക്കി തീർക്കുവാൻ, ചരിത്രത്തിലെ ഞങ്ങളെ ഒരു പാഠപുസ്തകമാക്കി തീർക്കാൻ, ചരിത്രത്തിൽ ഞങ്ങൾ ഒരു ഡിസ്പ്ലേ ആക്കി തീർക്കാൻ നിന്റെ ശക്തി ഒന്ന് പകരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് മിനിറ്റ്. ഹല്ലേലൂയ. ഈ ചെറിയ സന്ദർഭം എന്നല്ല കണക്കാക്കേണ്ടത്. ഈ പാൻഡമിക് പീരീഡിൽ ഇങ്ങനെ കിട്ടിയ വലിയൊരു സന്ദർഭമാണിത് എന്നറിയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കാണാൻ കഴിയാത്ത വസ്തുവിനെ കൊണ്ട് 1 ട്രില്യൺ ഗാലക്സീസിനെ, ഈ പ്രപഞ്ചത്തിന്റെ 5% 1 ട്രില്യൺ ഗാലക്സീസ്, നിങ്ങൾ മനസ്സിലാക്കണം, അത്ര വലിയ ഈ പ്രപഞ്ചത്തിന് ലോകങ്ങളെ ഫ്രെയിം ചെയ്യാൻ കഴിയുന്ന എന്റെ ദൈവത്തിന്റെ റേമ ഇന്ന് രാത്രി ഈ പുൽത്തിറ്റിൽ ഒന്ന് വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കൈയൊന്നടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ വിരോധമില്ലെങ്കിൽ ഒരുമിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പറയാം, ആ റേമ ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കട്ടെ. അതാണ് എറ്റേണൽ പവർ വ്യാപരിച്ച് കണ്ടതായ ഈ പ്രപഞ്ചം. ഞാൻ കോസ്മോസിലേക്ക് കടക്കുകയല്ല, ഞാൻ തിരിച്ചു വരികയാണ്. ശക്തിയെക്കുറിച്ച് നമുക്ക് ലളിതമായിട്ട് കൂടെ ഒന്ന് ചിന്തിക്കാം. ആമേൻ. അതൊക്കെ വലിയ ഉയർന്ന കാര്യങ്ങളാണ്. നമുക്ക് ലളിതമായിട്ടൊന്ന് ചിന്തിക്കാം. ശക്തി നമ്മിൽ വെളിപ്പെടുക. നമുക്ക് എല്ലാവർക്കും എടുക്കാം 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. ആർക്കെങ്കിലും എടുത്ത് പ്രേം പാസ്റ്റർ പറ്റുമെങ്കിൽ ഇസ് വെരി ഗുഡ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മിസ്സിസെങ്കിലും വന്ന് വായിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ. മതി, ഞാൻ മുഴുവൻ വായിപ്പിക്കുകയല്ല, പിന്നെ വായിപ്പിക്കാം. ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ ബോർഡിലേക്ക് നോക്കണേ. ദയവായി ഇങ്ങോട്ട് നോക്കണം. നിങ്ങളും എന്റെ ആത്മാവും, നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട്. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയുടെ കാര്യമായി പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? സൊല്യൂഷന് വേണ്ടി കമ്മിറ്റി കൂടുന്ന കാര്യമായി പറയുന്നേ. അതുകൊണ്ട് ഞാൻ നിർത്തി വായിപ്പിച്ചത്. എന്ന് വായിച്ചു നോക്കി. നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിക്കുക. ആമേൻ. അപ്പൊ കമ്മിറ്റിക്കാർക്ക് യൂണിറ്റി ഉണ്ടാകാൻ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് യേശുവിന്റെ ശക്തിയാലാണ് ഒന്നിക്കാൻ പറ്റുന്നത്. ആദ്യം അതാ വേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ബ്രെയിൻ കൊണ്ട് യുദ്ധം ചെയ്യുന്നതല്ല, ദൈവത്തിന്റെ പുത്രന്റെ ശക്തി കൊണ്ട് ഒരു യൂണിറ്റി വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ ശക്തി കൊണ്ടൊരു യൂണിറ്റി വരാൻ അതിനാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ വലിയൊരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. എത്ര വലിയ ക്രൈസിസ് ആയാലും, എത്ര വലിയ പ്രോബ്ലം ആയാലും, തീരാത്ത വലിയ അഫ്ലിക്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്, അത് ചവിട്ടി വേണം പോകാൻ എന്നൊക്കെ വിധി എഴുതുന്ന ലോകക്കാരുടെ മുമ്പിൽ ധൈര്യമായിട്ട് പറയാം, ഇത് തീരില്ല, ഈ ബ്രീച്ചസ്, ഈ വിള്ളൽ തീരില്ല എന്ന് വിധി എഴുതുന്നവർ നമുക്ക് പറയാം, ഈ വിള്ളൽ തീർക്കാൻ കഴിയുന്ന കർത്താവിന്റെ ശക്തി ഒന്നിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ പുൾപിറ്റിൽ യൂണിറ്റിക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി ഒന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് ഏതാണ്ട് 64 കുടുംബമായിട്ട് കൊണ്ടിരിക്കുന്നു. 61+3 ഞാൻ കാണുന്നു. 61 കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ നമ്മൾ മാത്രം ഒന്ന് യൂണിറ്റിയിൽ വരാൻ, ഒന്നിക്കുവാൻ വേണ്ടി ഈ പുൽപ്പിറ്റിൽ ഇന്ന് രാത്രി ശക്തി വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ, അങ്ങയുടെ ശക്തി യൂണിറ്റിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങണം, യൂണിറ്റിക്ക് വേണ്ടി ഇറങ്ങണം. യൂണിയന് വേണ്ടി ഇറങ്ങാനല്ല, യൂണിയന് വേണ്ടി ഇറങ്ങാനല്ല, ഖത്തറിലെ ചർച്ചിൽ ഒരു യൂണിയൻ ഉണ്ടാക്കാനല്ല, യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടി ഒന്ന് ഇറങ്ങണം, ഇറങ്ങണം, ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ദൈവമേ, അങ്ങ് പ്രാർത്ഥിക്കുന്ന, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഇന്ന് രാത്രി യേശുവിന്റെ ശക്തിയാൽ ഒരു വലിയ ഐക്യത വ്യാപരിപ്പിക്കണമേ, ഒരു വലിയ ഐക്യത വ്യാപരിപ്പിക്കണമേ.
സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഭിന്നിപ്പിക്കുന്ന ശക്തി അതിശീഘ്രമായിട്ട് ചർച്ചകളിൽ കയറി വല്ലാത്ത ബ്രീച്ചസ് ഉണ്ടാക്കുമ്പോൾ സങ്കീർത്തനകാരൻ പറയുന്നു, ഹീൽ ദ ബ്രീച്ചസ്, ഹീൽ ദ ബ്രീച്ചസ്. കർത്താവെ, വിള്ളലുകളെ സൗഖ്യമാക്കണമേ, ഭിന്നങ്ങളെ സൗഖ്യമാക്കണമേ, അതിനു വേണ്ടി നിന്റെ ശക്തി ഒന്ന് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഈ രാത്രി എന്റെ കർത്താവ് ഇത് ചെയ്യും എന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തോട് പറയാം, ഒരുമിച്ച് പറയാം. നമ്മുടെ കുടുംബങ്ങളിൽ, സഭകളിൽ, പ്രസ്ഥാനങ്ങളിൽ ഹല്ലേലൂയ, വലിയ ദൈവപുത്രന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇറങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ ഇറക്കുമെന്നേ. ഇറക്കുമ്പോഴാണ് വിടുതലുണ്ടാകുന്നത്. എൻ്റെ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടാൻ പോകുകയാണ്. നമ്മുടെ മുമ്പിൽ സമയം വളരെ ശുഷ്കമാണ് എന്നതിനാൽ നിങ്ങളുടെ ടൈമാണ് ഏറ്റവും വലുത്. പ്രൈസ് ലോർഡ്. ഞാൻ അടുത്ത ഒന്നിക്കുന്നതിന് വേണ്ടി എന്ത് വേണം എന്ന് 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ശക്തിയെ കുറിച്ചൊന്ന് പറയാം. ഒന്നിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ വേണം, അഥവാ ഒന്നിച്ചാൽ എന്തൊക്കെ ഉണ്ട്, ഒന്നിക്കുന്നതിന് വേണ്ടി വേണ്ടതെന്ത്, ഒന്നിച്ചാൽ എന്തൊക്കെയുണ്ട്. ഹോശേയ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കാം. അപ്പൊ ഒന്നിക്കുന്നതിന് വേണ്ടി എന്ത്, ഒന്നിച്ചാൽ എന്ത്, രണ്ടിന്റെ മറുപടി ഒരുമിച്ചാ പറയുന്നത്. പ്രൈസ് ലോർഡ്. നമ്മുടെ ഖത്തർ പുൽപ്പിറ്റിൽ അങ്ങനെ പറ്റുള്ളൂ. രണ്ടിന്റെ മറുപടി ഒരുമിച്ച് പറയുകയാണ്. പ്രൈസ് ലോർഡ്. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒരുമിച്ച് നമുക്ക് പഠിക്കാം. വായിച്ചാട്ടെ. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പുഴി പോലെ ഇരിക്കും. അതെ, നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. അടുത്ത വാക്യം 11-ാം വാക്യം ശ്രദ്ധിച്ചോണ്ട് എല്ലാവരും. 11-ാം വാക്യം. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ചു ദേശത്തു നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ. അതെ, ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോ. യഹൂദ മക്കൾ 2 ഗോത്രക്കാർ, ഇസ്രായേൽ മക്കൾ 10 ഗോത്രക്കാർ. ഇവർ രണ്ടായി പിരിഞ്ഞത് BC 933. ഇപ്പൊ നമ്മൾ 2020. ഏകദേശം 3000 കൊല്ലമായിട്ട് രണ്ടായി പിരിഞ്ഞു നിൽക്കുകയാണ്. ഏകദേശം 3000 കൊല്ലമായിട്ട് അവരിനി ഒന്നിക്കും. ഒന്നിക്കുമ്പോൾ എങ്ങനെയാണ് ഒന്നിക്കുന്നത് അവിടെ കൃത്യമായിട്ടുണ്ട്. ഞാൻ അതിന്റെ മൂലഭാഷയൊന്നും ഇപ്പൊ പറയാൻ പോകുകയല്ല. എബ്രായ വായിച്ച് ഒക്കെ കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ട്, കാണിച്ചും നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ഒറ്റ കാര്യം, തലവന്റെ പിന്നാലെയാണ് ഒന്നിക്കാൻ പറ്റുള്ളൂ. ആമേൻ. ഒരേ തലവന്റെ പിന്നാലെ. തലവൻ ആരാ? ഞാനിപ്പോ വായിപ്പിക്കുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. മത്തായി 2-1 മുതൽ 6 വരെ 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തുവാണ് തലവൻ. കാണിക്കേണ്ട ടൈം ഇല്ലാത്തതുകൊണ്ട് യേശു ക്രിസ്തുവാണ് തലവൻ. അപ്പൊ ഒന്നിക്കണമെങ്കിൽ ശക്തി യേശു ക്രിസ്തു നിന്ന് പുറപ്പെടണം. ഒന്നിക്കണമെങ്കിൽ നമ്മൾ 2 ഗ്രൂപ്പാണെങ്കിൽ 2 ഗ്രൂപ്പും യേശുവിങ്കിലേക്ക് ചെന്നിട്ട് പറയണം, യേശു എന്റെ തലവനായിരിക്കണമെന്ന്. അപ്പൊ അവിടെ ഒന്നിക്കും. ആമേ. യേശു എന്റെ തലവനാണെന്ന് പറയാൻ തുടങ്ങിയാൽ ഒന്നിക്കും. അപ്പൊ വാസ്തവത്തില് ഇന്ന് എന്നെ കേൾക്കുന്ന ക്രൈസ്തവര് ക്രിസ്തുവാണ് ഞങ്ങളുടെ തലവൻ എന്ന് പറയുന്നത് അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്രിസ്തുവാണ് തലവനെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ ഒന്നിച്ചിരിക്കും. ആമേൻ. അവിടെയാണ് അതിന്റെ വ്യത്യാസം. ഹല്ലേലൂയ. ഇത് പ്രവചനപരമായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. എസ്കറ്റോളജിക്കൽ ഭാഗമാണ്. ഞാൻ എസ്കറ്റോളജി ഇപ്പൊ തൊട്ട് കഴിഞ്ഞാൽ തീരുകയില്ല. ഹല്ലേലൂയ. ഹോശേയ പ്രവചനമൊക്കെ 6 മാസം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് തീരാത്ത ഭാഗങ്ങൾ, അത്ര ഡെപ്ത് ഉള്ളൊരു പുസ്തകമാണ്. ഇത് നമുക്ക് അല്പം കൂടെ വിശാലമായിട്ടൊന്ന് കാണാം. എടുത്താട്ടെ യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ ഇതിന്റെ തന്നെ അല്പം കൂടി വിശാലത നമുക്ക് അവിടെ കാണാം. അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആരും പിണങ്ങരുത്. വേദപുസ്തകത്തോട് അണിക്കൊള്ളം. പ്രസംഗിക്കുന്ന എന്നോട് ഇച്ചിരി ദൂരത്തിൽ നിന്ന് പിണങ്ങിയാൽ വിരോധമില്ല. തിരുവെഴുത്തിനോട് എല്ലാവരും അണങ്ങണം. വായിക്കാം. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. അവിടെ 2 വാക്കുകൾ ശ്രദ്ധിച്ചോ. ഇസ്രായേലിന്റെ ഒന്ന് കാണിക്കാമോ അത്? ഒരു മിനിറ്റ്. ഇസ്രായേലിന്റെ, യഹൂദയുടെ. അപ്പൊ 2 ഗ്രൂപ്പിനെ ഒന്നിക്കാൻ പോവുക. നമ്മൾ അതാണ് പഠിക്കുന്നേ. 2 ഗ്രൂപ്പിനെ ഒന്നിക്കാൻ പോവുകയാണ്. കർത്താവ് ഒന്നിച്ചു കൂട്ടുമ്പോഴുള്ള റിഫ്ലക്ഷൻ, റിസൾട്ട് ഒന്ന് കാണാം. ശരിക്കും ഒന്നിച്ചു കൂടിയാൽ എന്ത് സംഭവിക്കുന്നത് ഇപ്പൊ അറിയാം നമുക്ക്. ഒന്ന് വായിച്ചേ. അടുത്ത ഭാഗം. എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും. യഹൂദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. മതി. അപ്പൊ 2 കാര്യങ്ങൾ മാറും. അസൂയ മാറും, അസഹ്യപ്പെടുത്തുന്നത് മാറും. അപ്പൊ ഈ ഐക്യത ഉണ്ടെങ്കിൽ 2 കാര്യങ്ങള് ഒറ്റയടിക്ക് ഡിലീറ്റ് ആവുകയല്ല, ഫോർമാറ്റ് ആവും.
എല്ലാവർക്കും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഒന്നുകൂടി ഞാൻ പറയുന്നു, ഡിലീറ്റ് ആകുകയല്ല, പൊക്കിക്കൊണ്ടുവരാൻ പറ്റില്ല, അത് ഫോർമാറ്റ് ആകും. പ്രൈസ് ലോർഡ്. ഇനി ഫോർമാറ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതും ആകും. ഞാൻ ഈ വയസ്സാം കാലത്താണ്, എന്ന് പറഞ്ഞാൽ 67 വയസ്സുള്ള ഈ ചെറിയ കാലത്താണ് ഈ കമ്പ്യൂട്ടറൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ തെറ്റ് പദങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടേ ക്ഷമിക്കാൻ കഴിവുള്ള ആണെന്നുള്ളത് 5-8 കൊല്ലം മുമ്പ് ഞാൻ കണ്ടതാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഡിലീറ്റ് ആകുകയല്ല, ഫോർമാറ്റ് ആകുകയാണ്. നല്ല മലയാളം പറഞ്ഞാൽ വേരടക്കം പറിച്ചു മാറ്റുകയാണ്. ആമേൻ. ആ നിലയിലാണെങ്കിൽ നമുക്ക് ഈ വാക്യം ഒന്ന് ശരിക്കും ഒന്ന് പഠിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേ, 13-ാം വാക്യം, അസൂയ നീങ്ങിപ്പോകും. The envy also of Ephraim shall depart. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അസൂയ നീങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് ഒന്ന് പറയാൻ പോവുക. മാത്യൂസ് എബ്രഹാം എന്ന് പറഞ്ഞ ബ്രദറ് മകനാണെന്ന് എനിക്ക് തോന്നുന്നു, തൊട്ടടുത്തിരിക്കുന്നുണ്ട്, വെള്ള ഷർട്ട് ഇട്ടിട്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആന്റി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവനെ കുറിച്ചൊരു വാക്ക് പറയാൻ ഇപ്പൊ പോകണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അവനൊരു നല്ല വിദ്യാഭ്യാസം, നല്ല എഡ്യൂക്കേഷൻ കിട്ടിയ ഒരു ഊറ്റം കൊച്ചനാന്ന് വിചാരിക്കാം. ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം, അവന്റെ നോട്ടം കണ്ടാൽ അറിയാം. വിജ്ഞാന വിചക്ഷണ വിധിയിലെ വൈജ്ഞാനിക പീഠത്തിലെ വിജ്ഞാന സദസ്സിന്റെ സൂപ്പർ സ്റ്റാർ ആകാനുള്ള എല്ലാ നോട്ടവും അവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ഇപ്പോൾ UNOയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ട്രംപ് റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടാൻ പോവുക. അത് പറയുമ്പോൾ തന്നെ അവന്റെ ആ മുഖത്ത് നോക്കണം നിങ്ങൾ. 8 സൂര്യൻ ഉദിച്ചിരിക്കുക. അവന്റെ ഫാദറിന്റെ മുഖത്ത് 12 സൂര്യനും അമ്മയുടെ മുഖത്ത് 16 സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അത്ര സന്തോഷത്തിലാണ് ആ കുടുംബം ഇരിക്കുന്നത്. അതൊരു സത്യമാണ്. പക്ഷേ ഷിബു മത്തായി എന്ന് പറഞ്ഞ ബ്രദർ ആ കാര്യം കേട്ടു വിചാരിക്കുക. എന്താ കേട്ടത്? നാളെ അതെ UNOയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നമ്മുടെ മാത്യൂസ് എബ്രഹാം എന്ന് പറയുന്ന ബ്രദറിന്റെ മകന്റെ പേര് എനിക്കറിയില്ല, ഞാനൊരു തൽക്കാലത്തേക്ക് പേരിടാൻ പോവാണ്. ആ പേര് തോമസ് തന്നെ ഇടുക, പിന്നെ ആർക്കും വിഷമമില്ലല്ലോ. ഹല്ലേലൂയ. അവന് ഇതാ കിട്ടാൻ പോവുകയാണ്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഷിബു മത്തായി എന്ന് പറയുന്ന ആ ദൈവദാസൻ സൂപ്പറായിട്ട് പാട്ട് പാടുന്ന ആളാ. പക്ഷെ ഒരു സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഇതാണ് ഈ അസൂയ എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽപ്പെട്ട ഒരാൾക്ക് സ്റ്റാൻഡേർഡ് ആയ ഒരു ജോലി കിട്ടിയാലുണ്ടല്ലോ, നമ്പർ 1 ഒരു കാർ ഓടിച്ച് നമ്മുടെ സണ്ണിച്ചായൻ ആ കാറ്റലാക്കോ ഏതാ എനിക്കറിയില്ല, ലംബോർഗി ഏതെങ്കിലും ആവട്ടെ, ഒന്ന് ഓടിച്ച് നമ്മുടെ അത് മീറ്റിങ്ങിലേക്ക് വരണം. ആ സമയത്താണ് മാത്യൂസ് എബ്രഹാം പ്രൈസ് ദി ലോർഡ് അച്ചായ എന്ന് പറയുന്നത്. ഉമ്മെന്ന് പറഞ്ഞാൽ അറിയാം അസൂയ പോയിട്ടില്ല. കറക്റ്റ് അസൂയ പോയിട്ടില്ല. ഹല്ലേലൂയ. അവിടെ ആ ഷെയ്ക്കിറ്റ് കൊടുക്കുമ്പോൾ ആ സ്തോത്രം പറയുമ്പോഴൊക്കെ അതേസമയം മാത്യൂസ് എബ്രഹാം എന്ന് പറയുന്ന കണ്ട അച്ചായോ പ്രൈസ് ദി ലോർഡ്, തമ്പുരാൻ ഇത്തിരി സഹായിച്ചില്ലേ എന്ന് ആ ഉള്ളു തുറന്ന് ഓപ്പൺ ടെക്സ്റ്റിലായിട്ട് പറയുന്നുണ്ടെങ്കിൽ അസൂയ എന്ന് പറയുന്ന സാധനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ 112 സ്ലൈഡിൽ ഒരൊറ്റ സ്ലൈഡിൽ പോലും ഇല്ല. എത്ര പേർക്ക് ഇത് മനസ്സിലായി? 18 മുറി ഉണ്ടെങ്കിൽ ഒരു മുറിയുടെ ഒരു കോണിന് പോലും ഇല്ല. ഇങ്ങനെ ഒരു അനുഭവമാണ് ശരിക്ക് യൂണിറ്റി വരുമ്പോൾ ഉണ്ടാകുക. ആമേൻ. അപ്പൊ അസൂയ നീങ്ങിപ്പോകും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രോഗ്രാം ഇവിടെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ശക്തമായിട്ട് ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ തുറന്നു പറയുകയാണ്, 8 കാറുള്ളൊരു കൊച്ചു മനുഷ്യൻ ഗൾഫിലുണ്ട്. അദ്ദേഹം ഈ ഇടയെ മരിച്ചത്. എല്ലാം ചെറിയ ചെറിയ കാറുകളാണ്. ഈ ലെക്സസ്, പിന്നെ റേഞ്ച് റോവർ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാറുകളാണ് എല്ലാം. ഏറ്റവും മോശമായ കാർ ചെറുത് കണ്ടത് ഞാൻ ലെക്സസ് ആയിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായി കാണുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് പറയുമ്പോൾ എന്നെക്കാളും നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെ ചെറിയ കാറിന്റെ ഒരു ഉടമയാണ് അദ്ദേഹം. ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം ഹെഡ് വെയിറ്റ് ഇല്ലാതെ നമ്മളോട് ഇടപെടുന്നത് കാണുമ്പോൾ മനസ്സിലായി, ഈ മനുഷ്യനാണോ ഹെഡ് വെയിറ്റ് ഇല്ലാതെ ഇടപെടുന്നത്? ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാസ്റ്ററാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ചർച്ചയിൽ വന്ന പാസ്റ്ററാണ്. അത് അപ്പന്റെ സ്ഥാനത്ത് ശകാരിക്കേണ്ടത് നന്നായി ശകാരിക്കുകയും ചെയ്യും. അമ്മയുടെ സ്ഥാനത്ത് താങ്ങാനായിട്ട് നല്ല കയ്യുണ്ട്. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഇത് രണ്ടും അദ്ദേഹത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേസമയം ജോലിക്ക് പോകുന്ന എവിടെയാണ്? രാജാവിന്റെ കൊട്ടാരത്തിന്റെ കെട്ടിടങ്ങൾ പണിയുന്ന കോൺട്രാക്ടറാണ് അദ്ദേഹം. എല്ലാവരും കൂടി ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ ടൈമിൽ അന്ന് 96 ഞാൻ കണ്ടത് അന്നത്തെ 8500 രൂപയുടെ ടൈയ കെട്ടിയിരിക്കുന്നത്. അന്നത്തെ. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൽ വരുമ്പോൾ അദ്ദേഹം സാധാരണക്കാരനായിട്ടാണ് വരുന്നേ. പക്ഷേ
ഓഫീസിൽ ഞാൻ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ബ്രെയിനും നോട്ടവും പോക്കും വരവും ഒക്കെ ഊറ്റനാണ്. അത് ഓഫീസിലാണ്. എത്ര പേർക്ക് മനസ്സിലായി? അത് ഓഫീസിലാണ്. ചർച്ച വരുമ്പോൾ പാസ്റ്ററായിരിക്കുമ്പോൾ ഇരിക്കണം ബ്രദറെ അവിടെ, ആ ശരിയല്ലെന്ന് പറയുന്ന ആ വലിയ മൈൻഡുണ്ട്. മറിച്ച് മോനെ എന്താ വേണ്ടേ എന്ന് ചോദിച്ച് ഇറങ്ങാനുള്ള മൈൻഡുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമുക്ക് യൂണിറ്റി വരുമ്പോൾ അസൂയ മാത്രമല്ല, അടുത്തത് കേൾക്കണം, അസഹ്യപ്പെടുത്തുന്നത് ഇല്ലാതെയാകുന്നു. അസഹ്യപ്പെടുത്തുന്നത്, ആമീൻ പറയാൻ ചിലപ്പോൾ വിഷമം കാണിപ്പോ. അത് ഇടിച്ചു മാറുന്ന ദൈവശക്തി ഈ പുൽപ്പിറ്റിൽ ഒന്ന് ഇറങ്ങണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അസഹ്യപ്പെടുത്തുന്ന പൈശാചിക, അതെ എന്തായാലും പറയണ്ടത് നോയിമാറ്റാന്നും മെതോഡിയ എന്നൊക്കെയാണ് ഗ്രീക്കിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അസഹ്യപ്പെടുത്തുന്ന നോയിമാറ്റ, അസഹ്യപ്പെടുത്തുന്ന മെതോഡിയ, ആ കണ്ണിങ് ആർട്ട്, ആ വൈൽഡ്സ്, ഇതെല്ലാം ഒന്ന് ഇടിച്ചു കളയാൻ ഈ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായി പറയുന്നു, ഖത്തറിലെ ചർച്ചിൽ നിന്ന് ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടാൻ നേരം വേറെ വേണ്ട. അത് ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ റിവൈവൽ എന്ന് പറഞ്ഞ് ഈ സാധനം പോയെങ്കിലേ വരുള്ളൂ. ഈ പറയുന്ന ഈ വൈറസ് ഉണ്ടല്ലോ, ഇത് അസഹ്യപ്പെടുത്തുന്ന വൈറസ്, അതുപോലെ അസൂയുള്ള വൈറസ്, ഇത് രണ്ടെണ്ണം കൂടെ പോണം. അത് ഡെലീറ്റ് ആക്കും. എല്ലാവരും എല്ലാ കാത്തിരിപ്പിയോഗത്തിനും ഡെലീറ്റ് ആക്കും. പിന്നെ അടുത്ത ദിവസം ആ സംഗതി ഡെലീറ്റ് ആക്കിയാലും വീണ്ടും അതെല്ലാം കൂടെ പൊക്കിക്കൊണ്ടുവന്ന് വീണ്ടും അവിടെ ഇടും. അതെന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് അന്ന് പറഞ്ഞതല്ലേ മാസ്റ്റർ ഞാൻ, അവനല്ലെങ്കിൽ അങ്ങനെയാണെന്ന്. ഞാൻ നിങ്ങളുടെ ആരും കാര്യമല്ല, ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ട നിങ്ങളൊന്നും ആരും അയ്യൽപ്പക്കത്ത് പോലും അവിടെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോകും. പക്ഷേ സംഭവം വരുമ്പോൾ എന്തായിരിക്കും? തുറന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇന്ന് ആ നിലയിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ശരിയായ ഒരു റിവൈവലിന് വേണ്ടി എന്നിൽ നിന്ന് തമ്പുരാൻ ഡെലീറ്റ് ചെയ്യല്ല, ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്തെല്ലാം ഉണ്ടോ അതിനായിട്ട് ഞാൻ തയ്യാറാണെന്ന് ഉള്ളുകൊണ്ട് പറയാൻ, ഹൃദയം കൊണ്ട് പറയാൻ, തുറന്ന മനസ്സോടെ പറയാൻ, ദൈവത്തിനോട് പറയാൻ തയ്യാറായാൽ ഇന്ന് മുതൽ ചർച്ചിനകത്ത് ഉണർവ് വ്യാപരിക്കുന്നത് തടുക്കാൻ ലോകത്തിന് കഴിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങളുടെ കൈകളൊന്ന് മലർത്തി പിടിച്ചോ, കൈകൾ ഉയർത്തിയോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കൈ കൂപ്പി, അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രേം പാസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമാണ്. അതെ, അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അപ്പ അവിടുത്തെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുമ്പോൾ, അവിടുത്തെ ശക്തി ഞങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, അവിടുത്തെ ശക്തി ഞങ്ങളിൽ നിറയുമ്പോൾ, ഹല്ലേലൂയ, ഭിന്നതകൾ മാറിപ്പോകുമല്ലോ, ദൈവസ്നേഹം നിറയുമല്ലോ. കർത്താവേ, ആ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അസൂയയെല്ലാം നീങ്ങിപ്പോകുമല്ലോ, അസഹ്യപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളും മാറിപ്പോകുമല്ലോ. ഒരു മനസ്സോടെ നിന്ന് അവിടുത്തെ രാജ്യവ്യാപ്തിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ ഏവരെയും ദൈവം ബലപ്പെടുത്തുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. തുടർന്ന് മകന്റെ ദാസനിലൂടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കണമേ. അവിടുത്തെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഇനി ഐക്യതയ്ക്കുള്ള 10 സ്റ്റെപ്പുകളാണ്. അതൊന്നും തന്നെ പഠിപ്പിക്കാൻ ദൈവാത്മാവ് നിർബന്ധിച്ചിട്ടില്ല. ശക്തിയിലേക്ക് ഞാൻ ഉടനെ തിരിച്ചു വരും. ഒരു വാക്യം കൂടെ വായിക്കാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. അത് ഒന്ന് വായിക്കാം. നമുക്ക് എടുത്താട്ടെ. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാം വാക്യമാണ് വായിക്കേണ്ടത്. എഫേസ്യർ 4:12 വാക്യം വായിച്ചാട്ടെ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പരിശുദ്ധവും. മതി മോനെ, മതി. ആ വായിച്ച ആളുടെ പേര് കൂടെ ഒന്ന് പറയാമോ? എന്റെ സന്നിചായന. ശബ്ദം കേട്ടപ്പോൾ ഇപ്പോഴും 18 വയസ്സിന്റെ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇറക്കി കിട്ടായിരുന്നു. അതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി സണ്ണിച്ചായന്റെ ശബ്ദം ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഷിബു പാടിയപ്പോൾ ലയിച്ചത് കൊണ്ടായിരിക്കും സ്വരം മാറിപ്പോയത്. ദൈവം അനുഗ്രഹിക്കട്ടെ. സണ്ണിച്ചായന്റെ ജന്മദിനം കൂടെ. ആഹാ, വിഷു ഞാൻ പിന്നെ പറയാം. വാക്യമല്ല. ഹല്ലേലൂയ. ഈ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാം ഒരു മിനിറ്റ് എന്നെ ശ്രദ്ധിക്കണം. ഈ വാക്യം വായിക്കുകയാണ്, നിർത്തി വായിക്കുള്ളൂ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത. അപ്പം 2 കാര്യങ്ങൾ അവിടെ പറയുന്നു.
ഒന്ന് വിശ്വാസത്തിലെ ഐക്യത, രണ്ട് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലെ ഐക്യത. ഇത് മൊത്തം ഒന്ന് പ്രസംഗിച്ച എന്തായിരിക്കും സ്ഥിതി? ഹല്ലേലൂയ. ഇവിടെ വിശ്വാസത്തിലുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു 4 മണിക്കൂർ ക്ലാസ് എടുത്താൽ കൊള്ളാവുന്നുണ്ട്, അത്ര ഇഷ്ടമുള്ള വിഷയം. പക്ഷെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലെ ഐക്യത. പരിജ്ഞാനത്തിലെ ഐക്യത ഇത് നമുക്ക് ഒരു ഉദാഹരണം കൊണ്ട് തെളിയിക്കാം. ബൈബിളിൽ നിന്ന് എടുക്കാൻ നമുക്ക് ബൈബിളിൽ നിന്ന് ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 7ഉം 8ഉമാണ്. 7-ാം വാക്യം സണ്ണിച്ചാൻ വായിക്കണം. പ്രീസ് ദി ലോർഡ്. സണ്ണിച്ചാൻ 7-ാം വാക്യം വായിക്കണം. ജന്മദിന പ്രഘോഷണം നടക്കട്ടെ. ഹല്ലേലൂയ. ഭംഗിയായിട്ട് വായിച്ചാട്ടെ. 7-ാം വാക്യം മാത്രം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അതെ, സണ്ണിച്ചായ തന്നെ വായിച്ചിരിക്കുന്നത്. സണ്ണിച്ചായന് 5 ലക്ഷം രൂപ ലാഭം കിട്ടുമെന്ന് വിചാരിക്കും. കിട്ടട്ടെ, നമുക്ക് അസൂയൊന്നുമില്ല. 10 ലക്ഷം കിട്ടിയാൽ അസൂയില്ല. സന്തോഷത്തോടെ ഇരിക്കണം എല്ലാവരും. പ്ലീസ് ലോർഡ്. കാരണം നമുക്ക് അസൂയില്ലല്ലോ. ഹല്ലേലൂയ. അതൊക്കെ എങ്ങനെ എണ്ണിന്നാ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഛേദം എന്നെണ്ണി. ഛേദം എന്തുകൊണ്ട്? ക്രിസ്തു നിമിത്തം. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രിസ്തു നിമിത്തം. I counted loss for Christ. Those I counted loss for Christ. ഞാൻ അത്രയും പറഞ്ഞ് വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണി. ഇനി അടുത്ത വാക്യമാണ് നമ്മുടെ വിഷയം. 8-ാം വാക്യം ഒന്ന് ഡിസ്പ്ലേ കാണിച്ച് നമ്മുടെ സണ്ണിച്ചായൻ ഇനി വായിക്കട്ടെ. 8-ാം വാക്യം ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. അവിടെ വന്നപ്പോൾ സംഗതി മാറി. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വന്നപ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വന്നപ്പോൾ എല്ലാം ഛേദം നേടിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ കഴിയാത്തത്? തെളിയിച്ചേ അടങ്ങും. കാര്യങ്ങളൊക്കെ തെളിയിച്ചേ അടങ്ങും. അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗുസ്തിക്ക് വേണ്ടി ഒരുപാട് ബോംബിടാൻ, മിസൈലുകൾ ഇടാൻ, MX-80, SS-40 ഒക്കെ ഊറ്റൻ മിസൈലുകളൊക്കെ വിക്ഷേപിക്കാനുള്ള വലിയ ആവേശം കാണാറുണ്ട്. ഞാൻ നിങ്ങളുടെ ചർച്ചത്തെ കാര്യമല്ല പറയുന്നത്, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞ ആവേശം അങ്ങനെ വരുമ്പോൾ അത് എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കിയാൽ മതി. യേശുവിനെ കുറിച്ച് അവന്റെ ഹൃദയത്തിനകത്ത് ABCD ഇല്ല. എല്ലാവർക്കും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ABCD പരിജ്ഞാനം എന്ന് പറഞ്ഞ സംഗതിയില്ല. പരിജ്ഞാനം ഉണ്ടെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കല്ലേ. ഓട്ടെ, നോ പ്രോബ്ലം, അതൊരു സബ്ജക്റ്റ് അല്ല. അപ്പോ സാനിച്ചിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഒരു മൂക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സാനിച്ച നെവർമൈറ്റ്, നമ്മളൊക്കെ ക്രിസ്തുവിൽ ഒന്നല്ലേ. ഹല്ലേലൂയ. സാനിച്ചത് എന്നെ കെട്ടിപ്പിടിച്ച അച്ചായോ, നോ പ്രോബ്ലം, അതൊന്നും സബ്ജക്റ്റുള്ള കാര്യം, അതൊക്കെ വിട്ടുകളയും, ഇത് വിഷയമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വരുമ്പോഴാണ് വെട്ടി മാറ്റാൻ വെട്ടുകത്തി എടുക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? വെട്ടി മാറ്റാൻ നമ്മൾ വെട്ടുകത്തി എടുക്കും. ആ സമയത്ത് വേണ്ടി വന്നാൽ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ AK-47 എടുക്കും. കാരണം അത് വേണ്ട, അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടയിലെ വലിയ അനൈക്യത വളരും. അപ്പൊ അനൈക്യത വളരുന്നതുകൊണ്ട് അങ്ങനെ വളർത്തുന്ന വൃക്ഷത്തെ, അങ്ങനെ വേര് പിടിപ്പിക്കുന്ന വല്ലാത്ത സാധനങ്ങളെ ഷൂട്ട് ചെയ്യണം, വെട്ടിക്കളയണം. അല്ല ഇനി പ്രൊക്ലീം വെച്ച് പൊക്കണമെന്നേ. ഹല്ലേലൂയ. അത് നമ്മുടെ അകത്തുനിന്ന് കളയാനുള്ള തീവ്ര വികാരം എപ്പോഴാ വരുന്നേ? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വരുമ്പോഴാണ്. സന്തോഷമെങ്കിൽ നമുക്കൊരു ഹല്ലേലൂയ ഉറക്കം പറയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ശ്രേഷ്ഠതയിലേക്ക് വളർന്നു വരണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. അങ്ങനെയുള്ള ശ്രേഷ്ഠതയിലേക്ക് ഒന്ന് വളർന്നു വരണം. ഇനിയിപ്പോ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാമെന്ന് പറഞ്ഞല്ലോ. ഉദാഹരണം വേറെ ഒന്നുമല്ല. സണ്ണിച്ചാൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെന്നിട്ടുണ്ട്. ഫ്രെയിം പാസ്റ്റാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ ആൻറ്റി അവിടെ ഇരിപ്പുണ്ട്. ആൻറ്റി ആണെങ്കിൽ അടുക്കളയിൽ ഉപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. എല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, സണ്ണിച്ചാനെ അറിയാം. ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം ക്ലോറൈഡാണ്. അഷ്ടക സംവിധാനം അനുസരിച്ച് 7:1 ആണ്. നിങ്ങൾക്കത് അറിയാം, ഞാനത് പറയേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സണ്ണിച്ചാൻ നോക്കിയപ്പോൾ 7:1. അപ്പൊ 7 എടുത്തു, അത് സോഡിയം, അത് സണ്ണിച്ചാൻ എടുത്തു. പിന്നെ ക്ലോറിൻ, അത് ആൻറ്റിക്ക് കൊടുത്തു. നീ അതെടുത്തോ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. സണ്ണിച്ചാൻ മറ്റത് എടുത്തു. എന്താ സംഭവിക്കുക? സണ്ണിച്ചാൻ നോക്കിയപ്പോൾ ഇതൊന്നിനും ഉപയോഗമില്ലല്ലോ,
നേരെ ആ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൊ അവിടെ ആ കോൺക്രീറ്റ് ഇട്ട സ്ഥലത്തത് എന്ന് വീണ് കിടന്നു. വെയിലടിച്ചപ്പോ തന്നെ താൻ കത്താൻ തുടങ്ങി. മറ്റതുണ്ടല്ലോ ക്ലോറിൻ, അത് ആന്റി ഒന്ന് പറഞ്ഞ് വലിച്ചു നോക്കിയതേ ഉള്ളൂ. പിന്നെ ഓർമ്മ വന്നത് ഖത്തറിലെ ഹോസ്പിറ്റലിലാണ്. നിങ്ങൾക്ക് എത്ര പേർക്കെന്ന് മനസ്സിലായി? പ്ലീസ് ലോർഡ്. അപ്പൊ സോഡിയം പുറത്തേക്കിട്ട കത്തിക്കും, അത് കത്തിക്കും. അതേസമയം മറ്റതൊന്ന് മണത്താൽ ബോധം കെടുത്തും. ഇത് രണ്ടും കൂടെ രണ്ടായി നിന്നാൽ കത്തിക്കാനും കൊള്ളാം, ബോധം കെടുത്താനും കൊള്ളാം. പക്ഷെ രണ്ടും കൂടെ ഒന്നായാലോ? സണ്ണിച്ചായന്റെ അതിന് സൂപ്പറായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ആളാ. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, വെളുത്തുള്ളി കൊണ്ട് ഒരു സൂപ്പർ സാധനം എനിക്ക് എടുത്ത് തന്നത് സണ്ണിച്ചാനാണ് വിളമ്പി തന്നത്. ഫ്രെയിം പാസ്റ്റർ ഉണ്ടായിരുന്നു. അത്ര ഓർമ്മ എനിക്ക് അകത്തുണ്ട് അതിനെ കുറിച്ച്. തകലിച്ചോറ് പൊട്ടിയെങ്കിലും ഈ കാര്യത്തിൽ ഓർമ്മ പോയിട്ടില്ല. ഫ്രൈസലോടെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഹല്ലേലൂയ. രണ്ടും കൂടെ ഒന്നിച്ചാലുണ്ടല്ലോ, അത് ആ പലഹാരത്തില്, അത് ആഹാരത്തില് എന്തൊരു ടേസ്റ്റാ. ഇതാണ് ഈ ഒന്നിച്ചല്ല മെച്ചം. ഇവിടെ നമ്മൾ എത്ര പേര് അറിയുന്നുണ്ട്? ഒന്നിച്ചാൽ എല്ലാത്തിലും ടേസ്റ്റാ, ഭിന്നിച്ചാൽ എല്ലാത്തിലും കത്തിക്കാനും പറ്റും, ബോധം കെടുത്താനും പറ്റും. അപ്പൊ ഈ പണി നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ, കത്തിക്കലും ബോധം കെടുത്തലും നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യേശു ഇടയ്ക്ക് നിൽക്കുന്നില്ല, പിന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്. നിൽക്കുന്ന ആളുടെ പേര് ഞാൻ പറയാതെ തന്നെ ഇപ്പോഴും പറയുന്നുണ്ട്. ഈ ദൂതൊന്നും അത്ര കേട്ട് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ ഓർക്കം ചെയ്ത് ഇത് ഞാൻ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഖത്തർ ചർച്ചിനകത്ത് റിവൈവൽ വരണം. പാൻഡമിക് പീരീഡിൽ അത് ലോകമാകെ വ്യാപരിക്കുന്ന ഒരു വലിയ റിവൈവലിന് കാരണമാകണം, ഹേതുവാകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കൈ ഒന്ന് ഉയർത്തിയോ, കൈ അടിച്ചോ, കരം ഉയർത്തിയോ ഒക്കെ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ശക്തമായി മഹത്വം ദൈവത്തിന് കൊടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. മഹത്വം നമ്മുടെ ദൈവത്തിനൊന്ന് കൊടുക്കുക. ഒരു മിനിറ്റ് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ട്, ദൈവമേ ഞങ്ങളുടെ ഇടയിലെ വലിയ പ്രോഗ്രാം നടക്കണം, ഞങ്ങളുടെ ഇടയിൽ വലിയ പ്രോഗ്രാം നടക്കണം, ദൈവം പ്രോഗ്രാം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ശക്തിയോടെ സ്തോത്രം ചെയ്ത് ആരാധിച്ചാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കടക്കണം. ഞാനും പ്രേം പാസ്റ്ററും ഒക്കെ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുന്നവര് നിങ്ങളൊക്കെ കണ്ടു കാണും. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ ഇരുന്ന് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൺവെൻഷന്റെ ഒരു പാട്ടും പരിപാടിയും കഴിഞ്ഞാൽ അടുത്തത് അതെ സ്തോത്രകാഴ്ച എടുക്കുന്ന ഇപ്പൊ പറയും. സ്തോത്രകാഴ്ച എടുത്താൽ പിന്നെ അടുത്ത വാദികതാണ് സ്തോത്രകാഴ്ചക്ക് വേണ്ടിയും കൺവെൻഷന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രസംഗത്തിന് വേണ്ടിയും ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അസ്ലി എന്ന് പറഞ്ഞ ഒരു ബ്രദറെ കണ്ടു ഞാൻ. അശ്ലി അല്ലെ, അശ്ലി എന്നാണ് പേര്, എനിക്കറിയത്തില്ല, എനിക്ക് അത്ര കൃത്യമായിട്ട് കിട്ടുന്നില്ല. ശരി. അപ്പൊ അശ്ലിനെ കണ്ട് ഞാൻ അദ്ദേഹം ഒരു ഉപദേശിയുടെ ലുക്കാണ്. കണ്ടു കഴിഞ്ഞാൽ നാളെ സെൻട്രൽ പാസ്റ്ററായി തീരട്ടെ. പ്ലീസ്, അതിലെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. നന്നായിരിക്കട്ടെ അല്ലേ. അസുഖം എനിക്കൊന്നുമില്ല, അദ്ദേഹം നല്ലൊരു പ്രവാചകനും സെൻട്രൽ പാസ്റ്ററായി തീർന്നാൽ ഞാൻ നിശ്ചയമായിട്ട് 5 ഹല്ലേലൂയ നെഞ്ചു വിരിച്ച് പറയും. പ്ലീസ് ലോർഡ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്റെ കൂടെ പറയണം. അശ്ലി പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? സിമ്പിളായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അത്യന്ത ശക്തി ഇവിടെ ഇറങ്ങി അതിശക്തമായ ഒരു മിനിസ്ട്രികളിൽപ്പെട്ട് വലിയ ക്യാൻസറുകൾ മാറണേ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മിറക്കിൾ മിനിസ്ട്രിക്ക് വേണ്ടി, ഒരു ക്രൂസൈഡിന് വേണ്ടി ആവേശത്തോടെ പ്രാർത്ഥിക്കുക. പക്ഷെ പ്രസംഗിക്കാൻ ചെന്ന ഞാനാണെങ്കിലോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നുമില്ല. ഇത് പ്രേംപാസ് നോക്കിക്കൊണ്ടിരിക്കുക. KOT എന്ത് ആമേൻ പറയാത്ത? ഇത്ര ശക്തമായി പ്രാർത്ഥിച്ചിട്ട് ശരിയായ കാര്യമല്ലേ? അത്യന്ത ശക്തി കൊണ്ട് ഒരു ക്രൂസൈഡ് നടക്കാനല്ലേ പ്രാർത്ഥിച്ചത്? അതും അദ്ദേഹത്തെ ഉപയോഗിക്കാനല്ലേ പ്രാർത്ഥിച്ചത്? എന്നിട്ട് ഈ ആമേൻ പറയാത്തത്? കാരണം ഞാൻ വായിക്കാൻ പോവുകയാണ് ശക്തിയുടെ അടുത്ത പ്രദർശനം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ജസ്റ്റ് ആ വാക്യം ഒന്ന് ഇവിടെ ഒന്ന് കാണിച്ച്, ഡിസ്പ്ലേ ഒന്ന് കാണിച്ച്. 7 മുതൽ 10 വരെ ഇവിടെ ഡിസ്പ്ലേ കാണിക്കണം. റൈറ്റ്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ വാക്യം എല്ലാവർക്കും കാണാപ്പാടം അറിയാം. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാന്ന് താഴേക്ക് എഴുതിയിട്ടുണ്ട്. അത് ആരും വായിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് എന്ന് എയും ഗോൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എയും ഒന്ന് വായിക്കാം. 8-ാം വാക്യം. എന്തിനു വേണ്ടിയാണ്? ഗോൾ എന്താ? അത്യന്ത ശക്തി എന്തിനു വേണ്ടിയാണ്? വായിച്ചാട്ടെ. ഇവിടെ നോക്കണേ, നിങ്ങൾ നോട്ട് ചെയ്യുമ്പോ തന്നെ ഇവിടെ നിന്ന് കേൾക്കണേ ശരിക്ക്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. എന്തിനു വേണ്ടിയാ? ഒരു മിനിറ്റ്. എന്തിനു വേണ്ടിയാ? എല്ലാ ടൈപ്പ് കഷ്ടങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഇടുക്കെന്ന് പറയുന്നത് അടുത്തോടെ പോയിട്ടില്ല. എപ്പോൾ? അത്യന്ത ശക്തി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ.
എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അത്യന്ത ശക്തി ഒരു ദൈവ പൈതലിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൂസൈഡ് അല്ല, ക്രൂസൈഡിന്റെ ശക്തി ഇപ്പൊ വായിച്ച് കേൾപ്പിച്ചു തരാം, അത് വേറെ ഉണ്ട്. വലിയ ഗ്രേറ്റ് വണ്ടേഴ്സ് തന്നെ എഴുതിയിട്ടുണ്ട്, അത് ഇപ്പൊ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇതല്ല, ഇത് സകല വിധത്തിലെ കട്ടം വരുന്നുണ്ടെങ്കിലും ഇടുക്കമില്ല. അപ്പൊ സാക്ഷ്യത്തിൽ ഇടുക്കമുള്ള സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ എടുപ്പത് ചിന്ത നമ്മുടെ തലയിൽ വരണം. എന്താ വേണ്ടത്? അത്യന്ത ശക്തി ആ പാവപ്പെട്ടവന്റെ ഉള്ളിൽ ഇൻസ്റ്റോൾ ആയിട്ടില്ല. ഇത്രയുള്ള പ്രശ്നം. ഹല്ലേലൂയ. ഏതെങ്കിലും പാസ്റ്റർ വന്നിട്ട് ഒരുപാട് പ്രാരാബ്ദവും കംപ്ലൈന്റും ഒക്കെ അവരുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ടെങ്കിൽ വിചാരിച്ചാൽ മതി, ഒന്നും അവരെ കുറിച്ച് കുറ്റം പറയരുത്. ഏറ്റവും നല്ലത് ഈ സംഗതി ഇൻസ്റ്റോൾ ആയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. പ്ലീസ് ലോർഡ്. അല്ലെങ്കിൽ എപ്പോഴോ ഇൻസ്റ്റോൾ ആയത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. സത്യത. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത് വായിച്ച്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഒന്ന് പറഞ്ഞേ, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അപ്പൊ എല്ലാ സൈസ് ബുദ്ധിമുട്ടും, എല്ലാ ടൈപ്പ് ബുദ്ധിമുട്ടും എല്ലാ നിലയിലും വരിക. പക്ഷെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടിന് പഞ്ഞമില്ലെങ്കിലും നിരാശ എന്ന് പറഞ്ഞ വൈറസ് ഇല്ല. എപ്പോൾ? അത്യന്ത ശക്തി ഇൻസ്റ്റോൾ ആണെങ്കിൽ. അപ്പൊ നമ്മുടെ ചർച്ചിലൊക്കെ നിരാശയുടെ പാട്ടൊക്കെ പാടുകയാണ്. ഒരു പാട്ട് തന്നെ പ്രത്യാശയിൽ പാടും, ഒരു പാട്ട് തന്നെ നിരാശയിൽ പാടും. കണ്ണുനീർ എന്ന് മാറുമോ, വേദനകൾ എന്ന് തീരുമോ. അവൻ പ്രത്യാശയുള്ളവനാ, മറ്റങ്ങനെയല്ല. കണ്ണുനീർ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തീരുമാനിച്ചോളണം അവന്റെ അകത്ത് അത്യന്ത ശക്തി ഇൻസ്റ്റോൾ അല്ല. ഇപ്പോഴാണ് മനസ്സിലായത് ഖത്തറിലെ വിശ്വാസികളിൽ എത്ര പേരില് ഇൻസ്റ്റോൾ ആയിട്ടുണ്ടെന്നുള്ളത്. എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ടല്ലേ? ഇപ്പൊ ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, മക്കൾ അപ്പനെയും അപ്പൻ മക്കളെയും നോക്കിക്കൊണ്ടിരിക്കുക, അമ്മ മക്കളെയും മക്കൾ അമ്മേനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത് ഈ നിരാശയുടെ സാക്ഷിയൊക്കെ കൊണ്ടുവന്ന് ഉഗ്രനായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവരെ ചീത്ത വിളിക്കണ്ട, അവരോട് പോയി ശാന്തമായിട്ട് പറഞ്ഞാൽ മതി, യേശുവിന്റെ അടുക്കൽ ഒന്ന് ചെന്നിരിക്കുക, ദൈവത്തിന്റെ അടുക്കൽ ചെന്നിരിക്കുക. ദൈവം അത്യന്ത ശക്തി ഇൻസ്റ്റോൾ ആക്കി തരും. അത് ഇൻസ്റ്റോൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഈ നിരാശയുടെ സാക്ഷി ഉണ്ടാവില്ല. സ്വോത്രം. എത്ര പേർക്ക് നല്ല ഹല്ലേലൂയ പറയാൻ വിഷമമുണ്ട്? നല്ല ഹല്ലേലൂയ വിഷമം ഉണ്ടാകരുത്, സന്തോഷത്തോടെ ഹല്ലേലൂയ പറയണം. ആർ യു റെഡി ടു പ്രൈസ് ഗോഡ്? പ്രൈസ് ഗോഡ്. ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചെന്ന് പറയാം. നിരാശ എന്നെ വേട്ടയാടാൻ അനുവദിക്കാത്ത അത്യന്ത ശക്തിയുടെ ഇൻസ്റ്റോളേഷൻ. അതെന്താണ്? അത് ആന്റിവൈറസ് ആണ്. അത്യന്ത ശക്തി നിരാശയ്ക്കുള്ള ആന്റിവൈറസ് ആണ്. നമ്മുടെ തലച്ചോറിന്റെ കമ്പ്യൂട്ടർ കയറിയാൽ പോരാ, അത് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ഇൻസ്റ്റോൾ ചെയ്യണം. ഹല്ലേലൂയ. അത് ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഒരു 18 ഇഞ്ച് താഴെ വന്ന് ഇവിടെ ഇൻസ്റ്റോൾ ആകണം. അത്രയും ചെയ്താൽ നിരാശ എന്ന് പറഞ്ഞ കാര്യം പാൻഡമിക് പീരീഡിൽ അടുത്തുടങ്ങൂല. ഇനി നിങ്ങളുടെ എല്ലാവരും ഫോട്ടോ ഇപ്പൊ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. എല്ലാവരും ഫോട്ടോ ഇപ്പോഴാ കാണുന്നുണ്ട്. ഇപ്പൊ കണ്ടാൽ അറിയാം എങ്ങനെയുണ്ട്, ഇൻസ്റ്റോൾ ആണോ ഇൻസ്റ്റോൾ അല്ലേ എന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞ ആശയം എല്ലാവർക്കും മനസ്സിലായോ? എന്നെ കാണിക്കാനല്ല, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു. നിങ്ങളുടെ അന്തർഭാഗത്ത് നിരാശ തത്തിക്കളിക്കാനുള്ള ഇടമല്ല. പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ശക്തിയും, ദൈവത്തിന്റെ സന്തോഷവും ശക്തിയും, ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, അതെ, ദൈവശക്തി അന്യഭാഷയാൽ അഭിഷേക ശക്തി വെളിപ്പെടുന്ന, ദൈവകൃപയുടെ വ്യാപാരം വെളിപ്പെടുന്ന, ആത്മശക്തി വെളിപ്പെടുന്ന, അളവറ്റ വലിപ്പം വെളിപ്പെടുന്ന ഉന്നതമായ വ്യക്തികളായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നു മുതൽ ദൈവത്തിന്റെ ശക്തിയുടെ എക്സിബിഷൻ സ്റ്റോളാകാൻ ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ആദ്യ സന്തോഷത്തോടെ. കഴിഞ്ഞിട്ടില്ല, എനിക്ക് അതിന്റെ 8ാം വാക്യം വായിച്ചാൽ പോരാ, അതിന്റെ 9ാം വാക്യം കൂടെ വായിക്കണം. വേഗം വായിക്കണം. ഒന്ന് വായിച്ചെങ്കിലേ ശക്തിയുടെ ഒരു പ്രദർശനം പറയാൻ പറ്റുള്ളൂ. വായിച്ചാട്ടെ. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കപ്പെടുക. പ്രൈസ് ലോർഡ്. ഇപ്പൊ ഞാനിപ്പോ പറയാം, സച്ചിന്റെ വൈഫിനെ ഡെയിലി കുടിച്ചു വന്ന് ഉപദ്രവിച്ചിട്ട് പോടി നിന്റെ ഒരു ആരാധനയ്ക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അത് വിചാരിക്കുക. പ്രൈസ് ലോർഡ്. എന്നിട്ട് ആ പാവം പൊളിച്ച് അടി മേടിച്ച് വന്ന് ഒരൊറ്റ പാട്ടാണ്, കടുക് വറുക്കുന്ന ഒരു അന്യഭാഷി, ശക്തമായൊരു സാക്ഷി. അപ്പൊ ഈ കടുക് വറുക്കുന്ന അന്യഭാഷി സാക്ഷിയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പറയണം. ആ പറയുന്ന ആള് ആരെന്ന് ഓർക്കണം? മിസ്സിസ് സച്ചിനാണ്. വീഡിയോ മിസ്സിസ് സച്ചിനാണ്. സച്ചിൻ പറയുന്ന സാക്ഷ്യം കേട്ടപ്പോഴേ മനസ്സിലായി അത്യന്ത ശക്തി ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്.
സച്ചിന്റെ കയ്യിൽ നിന്ന് കൈവപ്പ് കിട്ടിയിട്ടാ വന്നിരിക്കുന്നത്. എന്നിട്ടാ ഈ പാട്ട് പാടി സാക്ഷിക്കുന്നത്. അപ്പൊ ആ കൈവപ്പ് കിട്ടിയ ദൈവദാസി അന്തസ്സായിട്ട് പാട്ട് പാടി സാക്ഷിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത് അത്യന്ത ശക്തിയാണ്. ആമേൻ. വൈറസ് കയറിയിട്ടില്ല, വൈറസ് കയറാൻ അനുവദിക്കില്ല. ആപ്പിളിന് പോലെ അത് മനസ്സിലായില്ല. ആപ്പിളിന്റെ അതേ പരിപാടി ഒന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും അതൊക്കെ അറിയുന്നവർ ഇതിനകത്ത് കാണുമല്ലോ. ആപ്പിൾ ഫോൺ പോലെയാണ് ഈ സംഗതി, അവരുടെ സോഫ്റ്റ്വെയർ പോലെയത്. അപ്പോൾ ഒറ്റ വൈറസ് കയറില്ലെന്നാ പറയുന്നത്. ഈ പറഞ്ഞ ആപ്പിളിനേക്കാളും ഉറപ്പാക്കാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. അത്യന്ത ശക്തി കയറിയാൽ, ഇൻസ്റ്റോൾ ആയാൽ നിശ്ചയമായി പറയാം, നിരാശ കയറുകയില്ല. ഉപദ്രവിക്കപ്പെടുമ്പോൾ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ നിർത്തട്ടെ. നാലാമത്തേത് ഇനി നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് ഈ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അല്പം വലുപ്പത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നാലാമത്തേത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. നാലാമത്തേത് 1 മിനിറ്റ് നാലാമത്തേത് കണ്ടു നോക്കിയും. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അത്ര വീണ് കിടക്കുന്നവരെങ്കിലും. അപ്പൊ ചിലരൊക്കെ പറയുന്നത് ആ വീണ് കിടക്കുന്ന പാസ്റ്റർ നോക്കി എന്തിന് എത്ര നാളായി കിടക്കുന്ന കിടപ്പ്. പക്ഷെ അങ്ങനെ കിടക്കുന്ന പാസ്റ്റർമാർ മുഖാന്തരം അവിടെ സാക്ഷ്യം പറയുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു വരുന്ന ഉഗ്രം പ്രോഗ്രാം ദൈവത്തിനുണ്ട്. അതിലൊന്നാണ് NG സാങ്കുട്ടി. 2 കാലും സ്വാധീനമില്ലാതെയായി സൗദിയിൽ വെച്ച്. അത് ക്യാൻസറായി. അപ്പൊ 21 ദിവസം മീറ്റിംഗ് വെച്ചു. ഞാന് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനായതുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഒരു 3 ദിവസം അവസാനം പ്രസംഗിക്കാൻ വരണം. ഞാൻ സൗദിയിലാണ്, ഇവിടെ മീറ്റിംഗ് നടക്കുകയാണ്, എൻ്റെ 2 കാലും ഇതാണ് ക്യാൻസറായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ 18 ദിവസം വന്നിരുന്ന ഉപദേശിമാരെല്ലാം പ്രസംഗിച്ചത് പാസ്റ്റർ ഒരു അപ്പോസ്തല ശുശ്രൂഷയുമായിട്ട് ഒരു അറബിയെ സ്നാനപ്പെടുത്തിയ ശേഷമേ അവിടുന്ന് പോരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുകയാണ്. ഇഷ്ടംപോലെ പ്രവചനം. ഇപ്പൊ പ്രവചനം പറയാൻ ആരുമില്ല. USA നിന്നെ വിടും, ലണ്ടനിലേക്ക് നിന്നെ വിടും. ആരും കേൾക്കുന്നില്ലയോ? ഇതൊന്നും ഇപ്പൊ പറയാൻ ഒറ്റ പ്രവാചകന്മാരില്ല. എന്താ ഇവര് വിടാത്തേന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാം പോയി കൈവച്ചെന്ന് പ്രാർത്ഥിച്ച് ലണ്ടനിലേക്ക് വിടാൻ പോകുന്നില്ല, ഒരു സ്ഥലത്തേക്ക് പോകുന്നില്ല, സൂമിന് അവർ കയറി വരുന്നില്ല. പാവപ്പെട്ട ഞങ്ങൾ അന്ന് പ്രസംഗിച്ചത് ഇന്നും പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രസംഗത്തിൽ ഇന്നുവരെ മാറ്റം വന്നിട്ടില്ല, മാറ്റം വരുത്താനും പോകില്ല. കാരണം അതിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്നും പ്രവചനമുണ്ട്. ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്നും പ്രവചനമുണ്ട്, ഇന്നും പരിശുദ്ധാത്മ പ്രവർത്തനമുണ്ട്. പ്രേം സാറിന് അറിയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ ഒരു അക്ഷരം വിടാതെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ബൈബിളിലെ. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വരട്ടെ. ഒറ്റ പ്രവാചകന്മാരിപ്പോ വരുന്നില്ലല്ലോ അല്ലേ? ഇവിടെ എന്റെ ക്വസ്റ്റ്യൻ ഒന്നാണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ വരാത്തത്? അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്ന വിഷയം, ഉപദ്രവമേറ്റാലും പാൻഡമിക് പീരീഡ് വന്നാലും ഉറക്കെ നമുക്കൊന്ന് പറയാം, എന്റെ കർത്താവ് വീണ് കിടക്കാൻ അനുവദിക്കുകയില്ല. കാര്യം എന്താ? NG സാങ്കുട്ടിയുടെ അടുത്ത് 2 കാലും ക്യാൻസറായി കിടക്കുന്ന ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ദൂത്, ഇവിടെ കേട്ടോണ്ടിരിക്കുക സൗദിയിൽ അന്ന് ഞാൻ പറഞ്ഞ ദൂതാണ്, ഇയ്യോബിന്റെ പുസ്തകത്തില് കഷ്ടരാത്രികളും നഷ്ടദിനങ്ങളും വരുന്നുണ്ട്. പക്ഷെ അത്യന്ത ശക്തിയുടെ വലിയൊരു എക്സ്പ്രീഷൻ സ്റ്റോളായിരിക്കും ഇവിടെ വരുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു, പ്രസംഗിച്ചു. തുടക്കത്തിൽ ആരും ഒരു സ്വോത്രം പോലും പറയുന്നില്ല. തലേ ദിവസം വരെ ഉറഞ്ഞു തുള്ളി കടുക് വറുക്കുന്ന പോലെ അന്യപാട്ട് പറഞ്ഞവരൊക്കെ ഒറ്റയാണ് സ്വോത്രം പോലും പറയുന്നില്ല. കാരണം ഞാൻ പറയുന്ന അവര് ഭയങ്കര വ്യത്യാസം. പാസ്റ്റർ ഇവിടെ വന്നു, 10 കൊല്ലോട് ജീവിച്ചു. ആ 10 കൊല്ലം രോഗം മാറിയില്ല, ആ ക്യാൻസറോടെ മരിച്ചത്. പക്ഷെ ഒരു കാര്യം പറയണ്ടേ, ഒരു തിങ്കളാഴ്ച ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഇതാ 1ാം നിലയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നു. അവിടെ ചെന്നപ്പോൾ തലേ ദിവസം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ ചന്ദ്രൻ എന്നൊരു സഹോദരൻ, അദ്ദേഹത്തെ ആന്റണി എന്ന് പറഞ്ഞ ബ്രദർ കൊണ്ടുവന്നിരിക്കുക. അവിടെ കൊണ്ടുവന്ന് കയറ്റി അദ്ദേഹത്തിന്റെ കിടപ്പ് കണ്ടപ്പോഴേ തന്നെ ഇറങ്ങി പോകാൻ തോന്നുന്നു. കാരണം ഇതാണോ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചു. പക്ഷേ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് വെറും 20 മിനിറ്റ് സാക്ഷ്യം പറഞ്ഞതേ ഉള്ളൂ. ചന്ദ്രൻ യേശുവിന്റെ ലക്ഷ്യമായി സ്വീകരിച്ച് മാത്രമല്ല, ഈ വയ്യാത്ത കാലം വെച്ച് അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ദൈവം ആരാന്നറിയുന്നുണ്ടോ? വീണ് കിടക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുള്ളവരെല്ലാം ആ കൈയൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിന് വിരോധമില്ലെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് പറയുകയാണ്. തമ്പുരാൻ അത്യന്ത ശക്തി തരാൻ തയ്യാറാണ്, അത്യന്ത ശക്തി തരാൻ തയ്യാറാണ്. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇനി ക്രൂസൈഡിനുള്ള ശക്തി ഏതാണ്? എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 8-ാം വാക്യം. ക്രൂസൈഡിനുള്ള ശക്തി അതൊന്ന് വായിക്കണ്ടേ? ഡിസ്പ്ലേ ചെയ്യുന്ന ആള്. അനന്തരം
കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഇനി ഇംഗ്ലീഷും കൂടെ ഇവിടെ നോക്കി ഒന്ന് വായിക്കാൻ പറ്റുമോ പാസ്റ്റർക്ക്? And Stephen, full of faith and power, did great wonders. ഒരു മിനിറ്റ്, മലയാളത്തിൽ എന്താണ് അംഗ്ലീഷിൽ എന്താണെന്ന് കൂടെ നോക്കി പോക്കോളൂ. വായിച്ചോളൂ. And Stephen, full of faith and power, did great wonders and miracles among the people. അപ്പൊ ഈ ക്രൂസൈഡിന് വേണ്ടത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ആമ്യം പറയാൻ പറ്റുമോ? ശക്തിയും കൃപയും നിറയുക, അല്ലെങ്കിൽ ശക്തിയും വിശ്വാസവും നിറയുക. ഇതാണ് ക്രൂസൈഡിന് വേണ്ടത്. ഹല്ലേലൂയ. അത്യന്ത ശക്തി അതല്ല. അത്യന്ത ശക്തി ജീവിത പുൾപിറ്റിൽ 4 മണ്ഡലങ്ങളിൽ പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. ഇത് രണ്ടാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഇത് രണ്ടും വേണമെന്നാ പ്രസംഗിക്കണ്ടേ? ഒരു കൂട്ടര് ക്രൂസൈഡുകാരെ കുത്തി പ്രസംഗിക്കും, വേറൊരു കൂട്ടര് അത്യന്ത ശക്തിക്കാരെ കുത്തി പ്രസംഗിക്കും. ഇത് 2 കുത്തല്ല വേണ്ടത്, 2 പേരും അത് ചേർത്ത് പിടിക്കാൻ വേണ്ടേ? ഹല്ലേലൂയ. അത്യന്ത ശക്തിയും വേണം, നമുക്ക് ക്രൂസൈഡിലുള്ള ശക്തിയും വേണം. ഇത് രണ്ടും ഈ പുൾപിറ്റിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇത് 2 പുൾപിറ്റിൽ ഒന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ശക്തിയും കൃപയും നിറഞ്ഞാൽ, ശക്തിയും വിശ്വാസവും നിറഞ്ഞാൽ ബെട്ട മിറക്കിൾ നടക്കും. അങ്ങനെ വരുമ്പോഴ് ഷിബു മത്തായിച്ചൻ അല്ലേ, അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്, എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരു പാട്ടൊക്കെ പാടുമ്പോഴല്ലോ, ആ പാട്ടിനകത്ത് വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് ക്യാൻസറൊക്കെ പതുക്കെ അങ്ങോട്ട് മാറുമെന്നേ. കൃപയും വിശ്വാസവും അല്ലെങ്കിൽ കൃപയും ശക്തിയും വിശ്വാസവും ശക്തിയും ആ പാട്ടിനകത്ത് വ്യാപരിക്കുമ്പോൾ ശക്തി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ശക്തി യേശു കർത്താവിന്റെ അടുത്ത് 12 കൊല്ലം അതെ ശരീരത്തിൽ നിന്ന് രക്തമൊക്കെ പോയ ഒരു മഞ്ഞളിച്ച ജീവപിണ്ഡം, ഒരു മാംസപിണ്ഡം നടക്കുക, അത് ചെന്നൊന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പൊ കർത്താവ് പറയുക, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആരാ തൊട്ടത്? അപ്പോൾ മനസ്സിലായി, സൗഖ്യത്തിന് വേണ്ടത് ശക്തി പുറപ്പെടലാണ്. ഇത് രണ്ടും വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഇത് 2 കണ്ട ആളാണ് ഞാൻ, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഈ പുൾപിറ്റിൽ ഇത് രണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഇത് രണ്ടും ഈ പുൾപിറ്റിൽ നടക്കും. ഇത് 2 പുൾപിറ്റിൽ നടക്കുമെന്നേ അത് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിക്കാം. എന്റെ കർത്താവ് ഇത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരെല്ലാം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ശക്തമായിട്ടൊരു ഹല്ലേലൂയ ഉറക്കം പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൈ അടിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, കൈ കൂപ്പി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അതൊക്കെ നിങ്ങളുടെ ഫ്രീ ആണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഫ്രീഡമാണ്. അതനുസരിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചിട്ട് നാഥ, ഈ 2 അനുഭവങ്ങളും ഈ പുൾപിറ്റിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഖത്തറിലെ ഹല്ലേലൂയ ഈ ന്യൂ ചർച്ചിലെ പ്രൈസ് ദി ലോർഡ് പുൾപിറ്റിൽ അത് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഉപവാസം നഷ്ടമാകുകയില്ല, ഉപവാസം നഷ്ടമാകുകയില്ല. ഇനി ഈ ടൈം എത്രയായെന്ന് എനിക്ക് ഞാൻ നോക്കിയില്ല. എൻ്റെ ക്ലോക്കിൽ 5-8 മിനിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു 5-10 മിനിറ്റോടെ എടുത്താൽ വിരോധമില്ലാത്ത ആളുകളാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നിപ്പോയി. സണ്ണിച്ചായ മുതൽ ഇങ്ങോട്ട് പ്രേം പാസ്റ്റർ വരെ ആർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൂടെ ഒരു വാക്യം കൂടെ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. വിരോധമില്ലല്ലോ? നോ പ്രോബ്ലം നോ പ്രോബ്ലം എന്ന് പ്രൈസ് ദി ലോർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാവിലെ 6 മണി വരെ ഇരിക്കുകയല്ലേ. ഹല്ലേലൂയ. സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. സന്തോഷമാണെങ്കിൽ നമുക്ക് ഒരു വാക്യം ഒന്ന് പഠിക്കാം, ഒരു വാക്യം ഒന്ന് പഠിച്ചു നോക്കാം. കൊലോസി ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. കൊലോസ്യർ 1:11. ദയവായിട്ട് അതൊന്ന് വായിച്ചു നോക്കിയാട്ടെ. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. മതി 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 അജയ, ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങൾ എല്ലാവരും ഈ ബോർഡിലേക്ക് നോക്കാമോ? ദയവായി നിങ്ങളുടെ പ്രൈസ് ദി ലോർഡ് ബോർഡിലേക്ക് നോക്കി, നിങ്ങളുടെ ബോർഡിലേക്ക് അച്ഛനത് വായിക്കുമ്പോൾ ഞാനൊന്ന് നിർത്തി പറയാം. ഓരോ ഭാഗവും നിർത്തി പറയാനാ. ഒന്ന് വായിക്കാം, നമുക്ക് ഒന്ന് വായിച്ചാട്ടെ. സകല സഹിഷ്ണുതയ്ക്കും. എന്തിനു വേണ്ടി? സകല സഹിഷ്ണുതയ്ക്കും. അപ്പൊ സകല സഹിഷ്ണുത ഒന്ന് കുറിച്ചിടണേ മനസ്സിൽ. എഴുതുന്നത് നമുക്ക് എഴുതാം, ഒപ്പം തന്നെ എഴുതാം, അപ്പൊ തന്നെ മനസ്സിലൊന്ന് കുറിച്ചിടണം. സകല സഹിഷ്ണുതയ്ക്ക്, പിന്നെ ദീർഘക്ഷമയ്ക്കുമായി. ദീർഘക്ഷമയ്ക്ക് വേണ്ടി. അപ്പൊ 2 കാണണേ. സകല സഹിഷ്ണുതയ്ക്ക്, ദീർഘക്ഷമയ്ക്ക് വേണ്ടി എന്താ വെളിപ്പെടേണ്ടത്? അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. പൂർണ്ണ ശക്തി എന്തിനാ? ക്രൂസൈഡിനല്ല.
ഓ, ഒത്തിരി പേര് സൂപ്പർ നാച്ചുറൽ പവർ ഇറങ്ങട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഇതൊന്ന് കണ്ടിട്ട് വേണം പറയാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്കൊന്ന് പഠിച്ചിട്ടൊന്ന് പോകണം അല്ലേ? ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം അല്ലേ? സകല സഹിഷ്ണുതയ്ക്ക്. അതിന് സഹിഷ്ണുത എന്ന് പറഞ്ഞ സാധനത്തിന്റെ മുറ്റത്ത് കയറി നിൽക്കാതെ ഇത് വായിക്കുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാവുക വായിക്കുമ്പോൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് പറയാം സകല സഹിഷ്ണുതയ്ക്ക്. 2 ദീർഘക്ഷമയ്ക്ക്. ഇവിടെയൊക്കെ പറയുമ്പോൾ മോശയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, അവനെപ്പോലൊരു സൗമ്യൻ വേറെ ഇല്ലെന്ന്. മനസ്സിലായോ? പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ അവനെ പോലൊരു ചുണ്ടി വേറെ ഇല്ല. കാരണം എന്തൊരു കോപം അവൻ്റെത്. അപ്പൊ എന്താണ് ഈ സൗമ്യത, എന്താണ് ഈ സഹിഷ്ണുത, എന്താണ് ഈ ക്ഷമ എന്നൊക്കെ പറയാനായിട്ട് ഞാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ അടുത്ത ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ആരും അത് എന്നെ ശ്രദ്ധിക്കാതിരിക്കരുത്. നല്ലൊരു ഉദാഹരണം പറയാൻ പോവാ. ഞാൻ നേരത്തെ ഒരു സെൻട്രൽ പാസ്റ്റർ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അഷ്ലി എന്നാണ് സെൻട്രൽ പാസ്റ്റർ പേര്. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ എല്ലാം ഇപ്പോഴും അദ്ദേഹത്തെ ആ രീതിയിൽ കണ്ടേക്കണം. വിളിച്ചു കൊല്ലരുത് എന്ന കാര്യം ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരും ഒന്ന് വിളിച്ചു കൊല്ലരുത്. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ച് ഒന്ന് കൊല്ലരുത്. കൊല്ലുകയാണെങ്കിൽ അത് ജീവിപ്പിക്കാനുള്ള കൊല്ലലായിരിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഒരു മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞു. ഈ സെൻട്രൽ പാസ്റ്ററായ അഷ്ലി എന്ന കർത്താവിന്റെ ദാസൻ ദീർഘക്ഷമയുണ്ടോ ക്ഷമയുണ്ടോ എന്നൊക്കെ പറയാവുന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നല്ല ചുണ്ടിയാന്ന് വിചാരിക്കും, നല്ല കോപിഷ്ണ വിചാരിക്കും, അനങ്ങിയ കോപമുണ്ടെന്ന് വിചാരിക്കും. മുഖത്തിച്ചിട്ട് നോക്കിയിട്ടുണ്ട് താൻ. പ്രൈസ് ദി ലോർഡ്. ഒരല്പൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ശകലമൊക്കെ കാണാറുണ്ട്. അപ്പൊ അല്പം കോപമുള്ള ആളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പക്ഷെ കർത്താവ് നോക്കുന്നത് വിഷയത്തിലെ കോപമാണോ അതോ പ്രതികാര കോപമാണോ എന്നാണ്. ബൈബിളിൽ ഞാൻ തെളിയിച്ചു തരാത്. സബ്ജക്റ്റിന്റെ കോപം വേറെ, പ്രതികാര കോപം വേറെ. എന്നോട് ഞാൻ പറയാം, പ്രതികാര കോപം തുടരാൻ അനുവദിച്ചാൽ അവന് ലഭിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് നിത്യനരകം. എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബെട്ടാ സബ്ജക്റ്റാണ് നമ്മളിപ്പോ തൊട്ടിരിക്കുന്നത്. ആമേൻ. അപ്പൊ പ്രതികാര കോപം എന്ന് പറയുന്നതല്ല, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കോപം ഉണ്ടാകാം. അത് ഉറക്കെ പറഞ്ഞെന്ന് വരാം. അതൊന്നും അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കി ഇവന്റെ അകത്ത് പ്രതികാരം ഉണ്ടോന്ന്. പ്രതികാരം ഇല്ലെങ്കിൽ താൽക്കാലിക. ഒരു അമ്മച്ചി പറഞ്ഞു ഇതൊക്കെ ടെമ്പറവരി കോപാണ്. എന്റെ പ്രസംഗം കേട്ടിട്ട് അമ്മച്ചി പറയാ ഇതൊക്കെ ടെമ്പറവരി കോപാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അമ്മച്ചിയുടെ പേര് അല്ലേ പറയാം. ടെമ്പറവരി കോപം സബ്ജക്റ്റ് അല്ല, പക്ഷെ പെർമനന്റ് ആയ പ്രതികാര കോപം അത് തമ്പുരാൻ നോട്ട് ചെയ്യുന്നു. അത് തമ്പുരാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രതികാര കോപം ഇന്ന് രാത്രി എങ്ങനെ തളച്ചിട്ട് ഭൂമിയിലേക്ക് ഇറക്കാൻ പറ്റുമോ, എന്നിട്ട് അതിന്റെ മീതെ കല്ല് വെച്ച് മൂടാൻ പറ്റുമോ, അതിന് മീതെ സീൽ ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യണം. ഹല്ലേലൂയ. അതിന് പറയുന്ന ഗ്രീക്ക് വേർഡിലേക്കൊക്കെ കടക്കാൻ എനിക്ക് നേരമില്ല. അറിയാം, ഫ്രേം സാറിന് അറിയാം. അവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ബൈബിൾ ഒത്തിരി വിശാലതയിൽ പഠിക്കേണ്ടതാണ് കേട്ടോ. ഒരു വാക്ക് ദൊങ്കുസ്മോസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 7 അർത്ഥങ്ങളാ അതിന്. 7 അർത്ഥങ്ങൾ. നിങ്ങളെല്ലാവരും എന്റെ കൂടെ വരുന്നുണ്ടോ? പരസ്യമാക്കാത്ത രഹസ്യ നീരസം എന്ന അതിന്റെ അർത്ഥം. ഒന്ന് പറഞ്ഞെല്ലാവരും ഒരുമിച്ചൊന്ന് പറയാം. പരസ്യമാക്കാത്ത രഹസ്യ നീരസം. പെട്ടെന്ന് എല്ലാവരും കൂടെ ഒരു എന്തോ ഒരു ഒരു വലിയ ഭൂകമ്പം ഉണ്ടായ പോലെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിനകത്ത് പെട്ട ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെ ഇരിക്കുന്നത്. ശരിയാണ്. ഈ ഭൂകമ്പം നാളെ ഉണർവിന് കാരണമാക്കുക അത് വലിയ കാര്യമല്ലേ. അതൊന്ന് പൊട്ടിപ്പോട്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പറയാം ഈ ദീർഘക്ഷമ. ഇനി ഞാൻ വീണ്ടും സെൻട്രൽ പാസ്റ്റർ തന്നെ എടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. സെൻട്രൽ പാസ്റ്റർ നേരെ ഹ്യൂപ്പോമോനെ എന്ന് പറയുന്ന ഒരു 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 ഗ്രീക്ക് പദമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. സഹിഷ്ണുതയ്ക്ക് ഉപയോഗിച്ച ഒരു പദമാണത്. ആ പദത്തിന്റെ വിശാലതയൊക്കെ പറയാൻ ഇന്ന് ടൈം എടുത്താൽ അങ്ങ് പോകും. അതിൽ 1-2 പറയാം. ഇങ്ങോട്ട് നോക്കി. അദ്ദേഹത്തിന് ഒരു വീടുണ്ട്. ആ വീട് പണ്ടത്തെ വീടാന്ന് വിചാരിക്കാം. ഓടൊക്കെ മേഞ്ഞ്, താഴെ ടെറസാണെങ്കിലും മീതെ ഓടൊക്കെ മേഞ്ഞ്
തണുപ്പ് കിട്ടാവുന്ന രീതിയിൽ അദ്ദേഹം, അതുകൊണ്ട് അത്രയും ആലോചിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ തലയിൽ അങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം ആ തണുപ്പ് കിട്ടാൻ വേണ്ടി ഒത്തിരി ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബെസ്റ്റായിട്ട് നല്ല ആർക്കിടെക്ട് മൈൻഡിൽ ഊറ്റനായിട്ട് എഞ്ചിനീയറിംഗ് പ്ലാനിൽ വീട് വരച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി വെച്ചു. പക്ഷെ നല്ലൊരു കൊടുങ്കാറ്റ് വന്നപ്പോൾ ആ ഓടെല്ലാം പറഞ്ഞു മാറി, ഓടൊക്കെ പറഞ്ഞു മാറി. പക്ഷേ ഒരു ഓട് അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു മാറാതെ. ഇത്രയും കൊടുങ്കാറ്റിലും ഒരു ഓട് പറഞ്ഞു മാറാതെ നിൽക്കുന്നു. ആ ഓട് നിൽക്കുന്ന ആ സ്ഥിതിക്കാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. രാമി പറയാൻ എത്ര പേർക്ക് പറ്റും? ഒറ്റ ഓട് മാത്രം നീങ്ങിയിട്ടില്ല, ആ ഓട് നിന്നതാണ് സഹിഷ്ണുത. ഇവിടെയാണ് പൂർണ്ണ ശക്തി അവനുണ്ടോ ഇല്ലയോ എന്നറിയുന്നത്. അപ്പൊ പാൻഡമിക് പീരീഡിൽ ഓടിപ്പോകുന്ന ഓടിന്റെ കൂടെ ഓടാനല്ല, ഓടിപ്പോകാതെ നിൽക്കുന്ന ഓടിന്റെ കൂടെ നിൽക്കാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് പൂർണ്ണ ശക്തിയോടുള്ള സഹിഷ്ണുത എന്ന് പറയുന്നത്. ഇങ്ങനൊരു അനുഭവം ചരിത്രത്തിൽ ഞങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ, ദൈവമേ ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്ക് വേണം കർത്താവേ, അത് ഞങ്ങൾക്ക് കർത്താവ് തരണേ എന്ന് പറയുന്നവരെല്ലാം ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ദൈർഘ്യം ഞാൻ വെക്കുന്നില്ല, ഈ ദൂതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല. എന്നെ ഏൽപ്പിച്ച ദൂതി ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഇവിടെ നമുക്കൊന്ന് പറയാം, നാഥ, ദൈവത്തിന്റെ വലിയ കൃപയുടെ ഒഴുക്ക് ലോകം എന്നിലൂടെ ഡിസ്പ്ലേ കാണട്ടെ, അത് ദൈവഹിത പ്രകാരം കാണട്ടെ, ശക്തി എന്നിലൂടെ കാണട്ടെ. അതിനുള്ള പ്ലാറ്റ്ഫോം ഇന്ന് രാത്രി തമ്പുരാനോട് ഒരുക്കി കഴിഞ്ഞു. വ്യക്തമായൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ ഉണർവിനുള്ള വലിയ വഴി ഇന്ന് രാത്രി വെട്ടുകയാണ്. നമ്മൾ ഹൃദയം ഒന്ന് അനുവദിച്ചു കൊടുത്താൽ സ്വർഗം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ചർച്ചിലെ എല്ലാവർക്കും, അതുപോലെ തന്നെ ഫ്രീസലോ പാസ്റ്ററാണ് എന്നെ വിളിച്ചത്, അതിനെല്ലാ ക്രമീകരണങ്ങൾ ചെയ്തത് പാസ്റ്റർ പ്രേം പാസ്റ്റർക്ക് എൻ്റെ പ്രേമമുള്ള നന്ദിയും അദ്ദേഹത്തിന് കൈമാറുകയാണ്. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാൻ ഒരുമിച്ച് കൈമാറിക്കൊണ്ട്, ഇവിടെ ഒരു കുത്തിടുമ്പോൾ കേൾക്കപ്പെട്ട ദൂതിനോട് വളരെ വീറ് നമുക്കുണ്ടായിരിക്കണം. കേൾക്കപ്പെട്ട ദൂതിനോട് തീഷ്ണത നമുക്കുണ്ടായിരിക്കണം. ആ തീഷ്ണതയിൽ തീരുമാനിക്കണം, ആ ദൂതിന്റെ മുമ്പിൽ ഞാൻ ഇത് കുമ്പിടുകയാണ്. ശക്തമായി നമ്മുടെ ഉള്ളിൽ പറയാം, ഞാൻ കുമ്പിടുകയാണ്. ഒരു വലിയ റിവൈവൽ കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു എക്സിബിഷൻ സ്റ്റോളാകാൻ കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ കർത്താവെ, നിന്റെ ശക്തിയുടെ പ്രദർശനശാലിയായി കർത്താവ് എന്നെ തീർക്കണമേ എന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ഗോഡ് ബ്ലെസ് യു.